നമസ്കാരം, എല്ലാവർക്കും ജിൽസ് കിച്ചണിലേക്ക് സ്വാഗതം. നമ്മൾ പത്ര ന്യൂസുകളിലും റേഡിയോ ന്യൂസുകളിലും അതല്ലെങ്കിൽ നമ്മുടെ സൗഹൃദ വലയങ്ങളിൽ നമ്മൾ ഒരുപാട് പറഞ്ഞു കേൾക്കാറുണ്ട് ഫാമിലി വയലൻസ്. അത് പ്രത്യേകിച്ച് ഓസ്ട്രേലിയയിൽ മാത്രമല്ല, ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും കുടുംബങ്ങളിലുള്ള എല്ലായിടങ്ങളിലും ഒരു 99-100% വീടുകളിലും പല പല പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ഭാര്യയും ഭർത്താവും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ, മക്കൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും, മക്കളും പേരൻസും തമ്മിൽ, അല്ലെങ്കിൽ പേരൻസും മക്കളും തമ്മിൽ, അമ്മായും അമ്മയും, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ഇടയിൽ നടക്കാറുണ്ട്. അത് പലപ്പോഴും വയലൻസായിട്ട് മാറിയിട്ട് പലപ്പോഴും അത് മറ്റുള്ളവരെ ഉപദ്രവിക്കുക, മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉപദ്രവിക്കുക, അതല്ലെങ്കിൽ അവർ സെപ്പറേറ്റ് ആവുക, അങ്ങനെ പല കാര്യങ്ങൾ പലപ്പോഴും കൊലയിലേക്ക് വരെ പോകാറുണ്ട്. ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു, അത് നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും, എങ്ങനെ നല്ലൊരു ജീവിതം നമുക്ക് ഉണ്ടാകാനായിട്ട് സാധിക്കും, നല്ലൊരു ഫാമിലി ലൈഫ്, അതിനെക്കുറിച്ചൊരു വീഡിയോ ആണിത്. നമ്മുടെ കൂടെയുള്ള അജയ് ഈ ഫീൽഡ് കുറേ നാളായിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹം ഇതിൻ്റെ കാരണങ്ങൾ എന്തുകൊണ്ടുണ്ടാകുന്നു ഫാമിലി വയലൻസ്, അല്ലെങ്കിൽ അതെങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാമെന്നതിനെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നതാണ്. അജയ് നമസ്കാരം. നമസ്കാരം. എന്നാണ് വിശേഷം? അജയ് നാട്ടിൽ? ഞാൻ തൊടുപുഴയാണല്ലേ? ഓക്കെ. ഇവിടെ ഓസ്ട്രേലിയ ഇവിടെ മെൽബണിൽ ഞാൻ മോണിറ്റർ പെൻസിലാണ്. ഫാമിലി ആയിട്ട് വലിയ വയലൻസ് ഒന്നും ഇല്ലാതെ പോവാ അല്ലേ? ഡീപ്പായിട്ടുള്ള വയലൻസിലേക്ക് എത്തിയിട്ടില്ല. ഓക്കെ. എന്താണ് നമ്മൾ ന്യൂസുകളിലും മറ്റും ഒരുപാട് കാണാറുണ്ട്, പ്രത്യേകിച്ച് ഇപ്പം എന്താ പറയുക, നമ്മൾ ഇന്ത്യൻ മൈഗ്രൻസ് മലയാളികളെ പ്രത്യേകിച്ച് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിൽ നിന്നും വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ പലപ്പോഴും ഇപ്പോൾ അതിന് വലിയൊരു വയലൻസിലേക്ക്, ഫാമിലി സ്പ്ലിറ്റിലേക്കൊക്കെ പോകാറുണ്ട്. അതിൻ്റെ കാരണം എന്താണ്? ഭർത്താവ് ഭാര്യയെ തല്ലുന്നു, ഭാര്യ ഭർത്താവിനെ തല്ലുന്നു. എന്താണ് ഇങ്ങനെ വരാനുള്ള കാരണങ്ങൾ? ഇന്നാളൊരു വാർത്ത കണ്ടു, എന്താണ് കല്യാണം കഴിഞ്ഞ് അന്ന് തന്നെ സെപ്പറേറ്റഡ് ആയെന്നാണ്. എനിക്ക് ഈ വ്യക്തിയോട് പറ്റില്ലെന്ന് പറഞ്ഞുകൊണ്ട് അപ്പം തന്നെ ഇട്ടിട്ട് പോവുക. ഇപ്പം ഒരാൾക്ക് ചിലപ്പം ജോലി ആയിരിക്കാം ഇമ്പോർട്ടൻ്റ്, ഒരാൾക്ക് ചിലപ്പം ഫാമിലി ആയിരിക്കാം ഇമ്പോർട്ടൻ്റ്, ഒരാൾക്ക് ചിലപ്പം ഫ്രണ്ട്സ് ആയിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻ്റ്. അപ്പം ഇത് രണ്ടും മാച്ച് ആകുന്നില്ലെങ്കിൽ അപ്പോൾ ആ ഒരു വാല്യൂ കൺഫ്ലിക്റ്റ് നമുക്കുണ്ടാകും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇമോഷണൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഇമോഷണൽ സ്റ്റാറ്റസ്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾക്ക് തന്നെ നമ്മൾ എല്ലാവർക്കും ഇൻഡിവിജ്വലായിട്ട് നമ്മളെ സ്നേഹിക്കുന്നുണ്ടോ, നമുക്ക് നമ്മളിൽ തന്നെ ഒരു മതിപ്പുണ്ടോ, നമുക്കൊരു വാല്യൂ ഉണ്ടോ, അല്ലെങ്കിൽ നമുക്ക് സെൽഫായിട്ടുള്ള നമ്മളോട് തന്നെ സ്നേഹമുണ്ടോ, അല്ലെങ്കിൽ അതുകൊണ്ട് അങ്ങനെയുള്ള സംസാരം നമ്മൾ തന്നെ സംസാരിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അപ്പം നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് കൂടെ ഉള്ളവരോട് നമുക്ക് സ്നേഹിക്കാൻ പറ്റില്ല. പക്ഷേ എനിക്കിതൊരു റിഫ്ലക്ഷനാണ്. നമ്മളെ റെസ്പെക്ട് ചെയ്തില്ലെങ്കിൽ, നമ്മളെ സ്നേഹിച്ചില്ലെങ്കിൽ മറ്റൊരാൾക്ക് അത് കൊടുക്കാൻ പറ്റില്ല. നമ്മൾ അനുഭവിക്കാതെ നമുക്ക് മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റില്ല. അതാണ് എൻ്റെ ഒരു തിയറി. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും നമ്മളോട് സംസാരിക്കുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പം ഞാൻ നല്ലതാണോ, അല്ലെങ്കിൽ മീൻസ് എനിക്കെന്തെങ്കിലും മീൻസ് ഞാൻ പൂർണ്ണമായിട്ടുള്ള മീൻസ് ലൈക്ക് ഞാൻ വാല്യൂ ചെയ്യുന്നുണ്ടോ. അപ്പം എല്ലാവർക്കും ആ ഒരു അപ്രിസിയേഷൻ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ സെൽഫായിട്ട് നമ്മളെ അപ്രിഷിയേറ്റ് ചെയ്യുന്നുണ്ടോ? അപ്പോൾ ആ സെൽഫായിട്ട് നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ മറ്റുള്ളവരിൽ നിന്നുള്ള അപ്രിസിയേഷൻ നമുക്ക് ഒത്തിരി വേണ്ട. അപ്പം നമ്മൾ ആദ്യം ഒരു സെൽഫായിട്ടുള്ള ഇൻഡിവിജ്വലായിട്ടുള്ള നമ്മൾ ആ ഒരു സെൽഫ് ലവും പോസിറ്റീവായിട്ടുള്ള സെൽഫ് ടോക്കും, അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ തന്നെ വാല്യൂവിൽ നമ്മളെ തന്നെ നമുക്ക് മതിപ്പുണ്ടാകുമ്പം നമുക്ക് ഈ ജനറലായിട്ടുള്ള മറ്റു കൺഫ്യൂഷൻസ് ഒഴിവാകും. അതായത് ഇപ്പോൾ നമുക്ക് നമ്മളെ തന്നെ മതിപ്പുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരാളുടെ അപ്രിസിയേഷൻ ആവശ്യമില്ല. അതൊരു വലിയൊരു ഘടകം തന്നെയാണ്. അതെ അല്ലേ? അപ്പോൾ നമ്മൾ മറ്റാളെ എപ്പോഴും ഒരു ഭാര്യ അങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ ഭർത്താവ് ഇങ്ങനെ ചെയ്യണം എന്ന് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്പെക്റ്റ് ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാകുന്നതെന്ന് പറയുന്നത്. അതൊരു കാരണം. പല കാരണങ്ങളുണ്ട്. അപ്പം എല്ലാവരും ഒരു ഇൻഡിവിജ്വലാണ്. അപ്പോൾ ആ ഒരു ഇൻഡിവിജ്വലിൻ്റെ ആദ്യം പറഞ്ഞ പോലെ നമ്മളിൽ നിന്നാണ് നമ്മൾ അടുത്ത റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നത്. അപ്പം എന്നോടുള്ള റിലേഷൻഷിപ്പ് ബെറ്റർ അല്ലെങ്കിൽ നമുക്ക് അടുത്ത ആളോടുള്ള റിലേഷൻഷിപ്പും നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതാണ് പിന്നെ അതിലാണ് നമ്മൾ സൊസൈറ്റിയിലും നമുക്ക് ആ റിലേഷൻഷിപ്പിലും ബുദ്ധിമുട്ടുണ്ടാകും. അത് നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് സെൽഫ് റെസ്പെക്റ്റ് ഇല്ലെങ്കിൽ നമുക്കൊരു ഫീലിംഗ് ഉണ്ട്, മറ്റേയാൾ നമ്മളെ കളിയാക്കുവാണ് അല്ലേ? ശരിക്കും മറ്റൊരാൾ നമ്മളെ കളിയാക്കുന്ന കാണില്ല, പക്ഷെ നമ്മുടെ ഫീലിംഗ് മറ്റൊരാൾ നമ്മളെ കളിയാക്കുന്നു, അല്ലെങ്കിൽ ഹസ്ബൻഡ് നമ്മളെ പരിഗണിക്കുന്നു
പരിഗണിക്കുന്നില്ല അതിൻ്റെ അർത്ഥം ഒരുപക്ഷെ നമ്മളെ പരിഗണിക്കാത്തത് കൊണ്ടായിരിക്കും അല്ലേ? അത് തന്നെ അല്ലേ? അപ്പം നമുക്ക് നമ്മളെ തന്നെ മനസ്സിലുണ്ട് ഞാൻ എന്താണ് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്, അപ്പോൾ അല്ലെങ്കിൽ എൻ്റെ ലൈഫ് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ എൻ്റെ ലൈഫിലെ പ്രയോറിറ്റീസ് ഇന്നൊക്കെയാണ് എന്ന് എനിക്ക് വ്യക്തമായ ബോധ്യമുണ്ട്. അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളാണ് ഇപ്പോഴത്തെ കാര്യങ്ങളിൽ ആവശ്യം. അപ്പോൾ ആ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ നിൽക്കുന്നു, അല്ലെങ്കിൽ അതിൽ നമ്മൾ വർക്ക് ചെയ്യുന്നു. അപ്പോൾ പിന്നെ ഒരു മ്യൂച്വൽ ആയിട്ടുള്ള ഒരു ഗോൾ, അല്ലെങ്കിൽ നമ്മളൊരു പാത്ത് വേയിൽ സഞ്ചരിക്കാൻ പറ്റിയാൽ ഈ ഒരു ഒത്തിരിയുള്ള ഈ ഒരു കൺഫ്ലിക്റ്റുകൾ നമുക്ക് മാറ്റാൻ പറ്റും. ഒരു ഹസ്ബൻഡായാലും വൈഫായാലും രണ്ടുപേർക്കും കൂടി ജോലി ചെയ്യണം. ഈ രണ്ടുപേരും കൂടി ജോലി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ഫ്രീ ടൈം വളരെ കുറവാണ് അല്ലേ? അപ്പോൾ ഈ സ്ട്രെസ് എങ്ങനെ ഒഴിവാക്കാൻ പറ്റും? അപ്പം ജോലി ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. ജോലി ചെയ്യാതിരുന്ന സ്ട്രെസ് ഒഴിവാക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കണ്ട. ഇല്ല. അപ്പം ഇതാണ് നമ്മൾ സ്ട്രെസ് എന്ന് പറയുന്നത് ആ ഒരു എക്സ്ട്രാ ഡിമാൻഡ് നമ്മളെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതാണ്. അല്ല അതിന് ജനറൽ നമുക്ക് ഒരു സ്ട്രെസ് ഇല്ലാതെ ജീവിക്കാനും പറ്റത്തില്ല. വി നീഡ് ടു ഹാവ് എ സ്ട്രെസ്. അപ്പോൾ അതിന് സ്ട്രെസ് നല്ല സ്ട്രെസ്സാണ്. നമ്മൾ നല്ല കാര്യങ്ങളിൽ നമ്മൾ ചെയ്യുമ്പം അതിന് നമുക്ക് സ്ട്രെസ് ഇല്ല. പക്ഷേ അതിന് ഒരു ജനറൽ സ്ട്രെസ് ടോളറൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ടോളറൻസും കഴിഞ്ഞ് അതിനുള്ള ആ പീക്ക് സ്ട്രെസ്സിലേക്ക് നമ്മൾ പോയി ആ പീക്ക് സ്ട്രെസ്സിൽ നമ്മൾ ലോങ് ടൈം ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ബ്രേക്ക് ഡൗൺ ഉണ്ടാകുന്നത്. പിന്നെ അതിന് കുറച്ചും കൂടെ ഡീപ്പായിട്ട് പോയാൽ നമ്മുടെ ഓരോരുത്തരുടെയും ലൈഫിൽ പലതരത്തിലുള്ള ഒരു ബേർഡനുണ്ട്. നമ്മുടെ ലൈഫിൽ ചിലപ്പം ചില ലിമിറ്റേഷൻസ് ആയിരിക്കും നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മളത് ഒരു 3 കാര്യങ്ങൾ പറഞ്ഞാൽ, ഒന്ന് നമുക്ക് നമ്മളൊരു ബൗണ്ടറി നമ്മൾ സെറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ബൗണ്ടറി അല്ലെങ്കിൽ ആ ബൗണ്ടറി എന്ന് പറയുന്നത് നമ്മൾ ചിലപ്പം ഒരു ലിമിറ്റേഷൻ നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ലിമിറ്റേഷൻ നമ്മൾ എന്താണ് എന്നുള്ളത് അറിയുക എന്നുള്ളതാണ്. അപ്പം നമ്മളൊരു കാര്യം ഇത് ചെയ്യുകയാണ്. അപ്പോൾ ആ ലിമിറ്റേഷനിൽ എനിക്കിത് മതി. ചിലപ്പം ഹസ്ബൻഡ് പറയും എനിക്കിത് മതി. പക്ഷേ വൈഫ് പറയും എനിക്കിത് പോരാ. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു ലിമിറ്റേഷൻ നിൽക്കുന്ന സമയത്ത് അപ്പം ആ ലിമിറ്റേഷനിലുള്ള കോൺഫ്ലിക്റ്റ്, അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു ലിമിറ്റേഷൻ, നമ്മൾ തന്നെ ഇത് പറയും എനിക്കിത് പോരാ, എനിക്കിത് പോരാ, എനിക്ക് ഉള്ളതിൽ തൃപ്തിയില്ല. അല്ലെങ്കിൽ പിന്നെയാണ് അടുത്ത സംഭവം നമ്മൾ മറ്റുള്ളവരായിട്ടുള്ള കമ്പാരിസൺ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരായിട്ട് കോമ്പീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ നമ്മൾ അലൈൻഡായി നിൽക്കുക. അപ്പോൾ ആ ഗ്രൂപ്പിലെ എക്സ്പെക്റ്റേഷൻസ് അനുസരിച്ച് നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ നമ്മൾ ഫീൽ ചെയ്യും ഓക്കെ ഞാൻ പോരാ, എനിക്കിത് കുറവാണ്, എനിക്ക് പോരായ്മയാണ്. അപ്പം ആ ഒരു ഡെയിലി സ്ട്രെസ്സിൽ നമ്മൾ പോകുമ്പം നമുക്ക് എല്ലാ ദിവസവും എഴുന്നേറ്റ് എല്ലാ ദിവസവും ചെയ്യുമ്പം ഞാനില്ല. പക്ഷേ ഞാൻ ഇതുപോലെ മറ്റുള്ളവരെ നോക്കുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ സോഷ്യൽ മീഡിയയെ കാണുമ്പോഴും ഇതെല്ലാം നമ്മളെ ഓൾറെഡി ഇത് ഡെയിലി ട്രിഗറാണ്. അപ്പം നമ്മൾ ഈ ഒരു സ്ട്രെസ്സിന് അല്ലെങ്കിൽ അപ്പം നമ്മൾ അതിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ പല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, അല്ലെങ്കിൽ കൂടുതലായിട്ട് സ്ട്രെസ് ആകുന്നു, അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള ബേർഡൻ നമ്മൾ എടുക്കുന്നു. അപ്പോൾ അതാണ് നമ്മൾ ആ ഒരു ബൗണ്ടറി കൊണ്ട് നമ്മളൊരു ലിമിറ്റേഷൻ നമ്മൾ വെക്കുന്നു. പക്ഷേ പ്ലസ് നമ്മൾ ആയിട്ടുള്ള കമ്പാരിസൺ, കോമ്പറ്റീഷൻ, അല്ലെങ്കിൽ ഒരു കമ്പാർട്ട്മെൻറ്റൈസേഷൻ, അല്ലെങ്കിൽ ഞാൻ ഇന്ന ഗ്രൂപ്പിൽ പെടണം അല്ലെങ്കിൽ ഇന്ന പോലെ ആകണം എന്നുള്ള ആ ഒരു ചിന്ത. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്കിത് മീൻസ് നമ്മുടെ ഫാമിലിയിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രയോറിറ്റീസിൽ ചിലപ്പോൾ അതല്ലായിരിക്കാം ആവശ്യം. അപ്പം ആ ആവശ്യം അല്ലാതെ പക്ഷേ ആ ഒരു രീതിയിലേക്ക് നമ്മൾ പോകുന്നു, നമ്മളെ തന്നെ ലിമിറ്റ് ചെയ്യുന്നു, നമുക്കത് എക്സസീവ് സ്ട്രെസ് ഉണ്ടാകും. പിന്നെ അടുത്താണ് അതുപോലെ തന്നെ നമ്മുടെ നേരത്തെ പറഞ്ഞു നമുക്കൊരു ലാക്ക്, നമുക്കിത് പോരാ. അപ്പോൾ ആ പോരായ്മ വരുമ്പോൾ നമുക്ക് എപ്പോഴും ആ ഒരു സ്കേഴ്സിറ്റി ആയിട്ടുള്ള മൈൻഡ് സെറ്റാണ്. അപ്പോൾ അതായത് എനിക്കില്ല, ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇത് നമ്മളെ തന്നെ ചെറുതായിട്ട് കാണും. നമ്മളെ തന്നെ ചെറുതാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ചെറുതായിട്ട് കാണുമ്പോൾ നമുക്കുള്ളതിനെ കുറിച്ച് അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെയുണ്ട് അല്ലെങ്കിൽ നമ്മൾ എവിടെ വരെ പോസിറ്റീവായിട്ട് നമുക്ക് ചെയ്യാനുള്ള നമുക്ക് ആ ഒരു കാഴ്ചപ്പാട് ബുദ്ധിമുട്ട് വരും. നമ്മൾ മറന്നു പോകും. അപ്പം നമ്മൾ
ലൈഫിൽ ഇത്ര വർഷങ്ങൾ നമ്മൾ നേടിയ നേട്ടങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ഓവർകം ചെയ്ത ചലഞ്ചുകൾ, അല്ലെങ്കിൽ ഓരോ പെയിൻഫുൾ മൊമെന്റ്സിൽ നമ്മൾ എന്തൊക്കെ ചെയ്തു, അല്ല ഓരോ കാര്യങ്ങൾ ഓവർകം ചെയ്തു വന്നപ്പോൾ ആ ഉണ്ടായ സന്തോഷങ്ങൾ അതെല്ലാം മറന്നു പോകും. അത് നമ്മുടെ ഫാമിലി ലൈഫിൽ അങ്ങനെ തന്നെയാണ്. നമ്മൾ പലപ്പോഴും 100 കാര്യങ്ങൾ കറക്റ്റ് ശരിയായിട്ട് ചെയ്താലും ഒരു കാര്യം നമ്മൾ അറിയാതൊരു തെറ്റ് ചെയ്താൽ എപ്പോഴും ഫോക്കസ്ഡ് ആവാത്തത് മാത്രമായിരിക്കും. നമ്മൾ ബാക്കി ചെയ്ത 99 എണ്ണത്തെക്കുറിച്ചും നമുക്കും ധാരണയില്ല, നമ്മുടെ കൂടെ ഉള്ളവർക്കും ധാരണയില്ല, എല്ലാം മറന്നു പോകും ഇല്ലേ. മറ്റു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി ലൈഫ് കാണുന്നത് ഈ സ്ട്രെസ് ഹസ്ബൻഡിനും വൈഫിനും അപ്പനും അമ്മയ്ക്കും വന്നു കഴിഞ്ഞാൽ പിള്ളേരും പിന്നെ പറഞ്ഞാൽ കേൾക്കില്ലാത്തൊരവസ്ഥയിലേക്ക് വരും. നമ്മുടെ ജീവിതത്തിൽ എല്ലാം സംഭവിക്കാറുണ്ട്. നമുക്ക് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ പിള്ളേരെ ചെറുപ്പം വന്നു കൂട്ടി ഇപ്പോൾ ഹസ്ബൻഡിനും വൈഫിനും ജോലിക്ക് പോകണം, ഇപ്പോൾ പിള്ളേരെ ഡേ കെയറിലാക്കണം എന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പ് ഇവർക്ക് ഭക്ഷണം കൊടുത്ത് അവർ കഴിക്കില്ല, ഇവർ ഉഴപ്പ് കാണിക്കും, എന്താ പറയുന്നത്, നമ്മളെ സ്ട്രെസ്സിലാക്കാനുള്ള സർവ്വ പരിപാടിയും പിള്ളേർ കാണിക്കാറുണ്ട് ഇല്ലേ. അങ്ങനെ വരുന്ന സിറ്റുവേഷൻ എങ്ങനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും? പാരൻറ്റിങ് മോഡൽ പോലെ ഇരിക്കും. ഇപ്പം നമുക്ക് പിള്ളേരെ നമുക്ക് ഫോഴ്സ്ഫുള്ളായിട്ട് കാര്യങ്ങൾ ചെയ്യിക്കാം, അല്ലെങ്കിൽ നമ്മൾ മോഡലായിട്ട് അവർ നമ്മളെ മോഡൽ ചെയ്യാം, അല്ലെങ്കിൽ അവരുടെ ഇൻട്രസ്റ്റുകൾ മനസ്സിലാക്കി അവരുടെ ഇൻട്രസ്റ്റുകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകി അപ്പം അവർ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് കൂടുതൽ വാല്യൂ തരും, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന മോഡലിൽ അവർ മനസ്സിലാക്കാൻ ശ്രമിക്കും, അല്ലെങ്കിൽ അതിനുള്ള വാല്യൂ അവർക്ക് മനസ്സിലാക്കും. അപ്പോൾ അന്നേരം ആ ഒരു മോഡലിംഗ് വഴി നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം അല്ലെങ്കിൽ നമ്മൾ സ്ട്രിക്റ്റ് റൂളായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു പോകണം, അല്ലെങ്കിൽ അതൊരു ടൈം നമ്മുടെ ചിൽഡ്രൻസ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഡെവലപ്മെൻറ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ 7 വയസ്സ് വരെ എന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിൻ വളരെ സ്പഞ്ച് പോലത്തെയാണ്. അപ്പോൾ എന്തും നമ്മുടെ കൊച്ചു പിള്ളേർ അബ്സോർവ് ചെയ്യും. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത സ്റ്റേജിൽ എന്ന് പറയുന്നത് അവർക്ക് അവരും ഓക്കെ എനിക്ക് മനസ്സിലായി, അപ്പോൾ ഞാനും ആ ഒരു ജഡ്ജ്മെൻ്റ്, ആ ഒരു പെർസെപ്ഷൻ അവർ ഡെവലപ്പ് ചെയ്തു. അപ്പോൾ അതും കഴിഞ്ഞിട്ടുള്ള സ്റ്റേജിൽ നമ്മൾ 12 വയസ്സ് കഴിഞ്ഞാൽ അവർ they know what to do. They have seen the life, so they have made their mind. അപ്പം ഈ ഓരോ സ്റ്റേജിലും നമ്മൾ പാരൻറ്റിങ് നമ്മൾ ചെയ്യുന്നതിലുള്ള വ്യത്യാസമുണ്ട്. ഇപ്പം നമ്മളൊരു ടീനേജറോട് നീ അത് ഇത് ചെയ്യ് എന്ന് പറഞ്ഞാൽ അവർ പറയും എന്തുകൊണ്ടാ, അവർ ഇങ്ങോട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്, ആൻസർ വേണം. അതെ. അപ്പൊ ആ എന്തുകൊണ്ട് നമ്മൾ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ഈ പറഞ്ഞ അവർക്കത് താല്പര്യം വരത്തില്ല, അല്ലെങ്കിൽ അവരെ അത് ഫോഴ്സ് ചെയ്യുക എന്നുള്ള ഇതാണ് അവർക്ക് റെസിസ്റ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പം ഫസ്റ്റൊക്കെ അവർ റെസിസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ അവർ ഇച്ചിരി കഴിയുമ്പോൾ കുറച്ച് വിത്ഡ്രോ ചെയ്യും, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഒത്തിരി ഫോഴ്സ് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ റെബലായിട്ടിരിക്കുക. നമ്മളിപ്പം ഈ ഇടയ്ക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു യൂട്യൂബ് വീഡിയോ കണ്ട പോലെ UK പാരൻസ് ഇതുപോലെ ഫോഴ്സ് ചെയ്തു. അതുപോലെ തന്നെ അപ്പം പിള്ളേർ അതുപോലെ തന്നെ പോലീസിനെ വിളിച്ചു. അപ്പം ഇവർ വന്ന് പറഞ്ഞു ഇവർ അബ്യൂസാന്ന് പറഞ്ഞു. അപ്പം സോഷ്യൽ സെക്യൂരിറ്റി മീൻസ് പാരൻസിന് ചിൽഡ്രൻ പിള്ളേർ അവർക്ക് സേഫ് അല്ല എന്നുള്ള അറ്റ്മോസ്ഫിയർ ആണെന്നുള്ള അവർ മനസ്സിലാക്കി. അപ്പം അവർ മീൻസ് അതുപോലെ തന്നെ അത് ആരാണ്, ഹസ്ബൻഡാണോ വൈഫാണോ എന്ന് ഞാൻ ഓർമ്മയില്ല, പക്ഷേ അവർക്കെതിരെയുള്ള ആക്ഷൻസ് തുടങ്ങി. അപ്പം പക്ഷേ ഇത് സിമ്പിളായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, പക്ഷേ നമ്മുടെ അറിവില്ലായ്മ കൊണ്ടാണ്. അതൊരു പൊസസീവ്നെസ് ഉണ്ട് ഇതിനകത്ത്. അല്ല, അതൊരു പൊസസീവ്നെസ് എന്നുള്ളത്, പക്ഷേ ഇതെല്ലാം ഇതെല്ലാം നമ്മൾ കണക്റ്റഡ് ആണ്. ഇപ്പം നമ്മളൊരു പാരന്റ് ആവുന്നു, അല്ലെങ്കിൽ നമ്മൾ പാരന്റ് ആവുന്നതിന് മുമ്പ് നമുക്കും ഒരു പാരന്റിങ് ഉണ്ട്, നമ്മൾ ചിലപ്പോൾ ക്യാരി ഓൺ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ എസ്പെഷ്യലി ഇറ്റ് ഇസ് ജെനറ്റിക്സ്. ഇപ്പോൾ കുറച്ചൊക്കെ ജെനറ്റിക്സ് ആണ്. ഇപ്പം നമ്മുടെ പാരന്റിങ് മോഡലാണ്, ആ മോഡലാണ് ചിലപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്നത്. ചിലപ്പോൾ നമ്മളിപ്പോൾ വെളിയിലൊക്കെ വന്നു, ചിലപ്പോൾ ആ ഒരു പാരന്റിങ് മോഡൽ ചിലപ്പോൾ മാറാം, അല്ലെങ്കിൽ നമ്മുടെ അവയർനെസ് വ്യത്യാസം വരും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇതിലൊക്കെ വ്യത്യാസം വരും. പക്ഷേ നമ്മൾ പലരും ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മൾ കൂടുതലായിട്ട് ഫോഴ്സ് ചെയ്ത് പല കാര്യങ്ങൾ ചെയ്ത സമയത്ത് ഇപ്പം 18 വയസ്സാകുന്നവരെ നോക്കി നിന്ന് ആ 18 വയസ്സ് ബർത്ത്ഡേ കഴിഞ്ഞ് വീട്ടിൽ നിന്ന് പോയ സംഭവങ്ങൾ കേട്ടിട്ടുണ്ട്. ഉണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും അഡിക്ഷൻസ് അതിലേക്ക് ഡീപ്പായിട്ട് പെട്ട് ആ ഒരു ഗ്രൂപ്പിലേക്ക് പോയി നമ്മുടെ കുട്ടികൾ നഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ ഇങ്ങനെ നമ്മളിത് ചെയ്തു വരുന്ന സമയത്ത് അവർക്ക് വേറൊരു നമുക്ക് എല്ലാവർക്കും 3 കാര്യങ്ങളാണ് ആവശ്യം. ഒന്ന് സ്നേഹം, രണ്ടാമത് അപ്രീസിയേഷൻ, അതുപോലെ തന്നെ വാല്യൂ അല്ലെങ്കിൽ സെൽഫ് വർത്ത്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ഇപ്പം നമ്മുടെ ഉള്ള സാഹചര്യത്തിൽ നമ്മുടെ വീട്ടിൽ നമുക്കത് കിട്ടുന്നില്ലെങ്കിൽ അത് കിട്ടുന്ന സ്ഥലത്ത്
നമ്മൾ പോകും. അത് ചിലപ്പം നമ്മളെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ചിലപ്പം മീൻസ് ചിലപ്പോൾ ഒരു സ്കൂളിലുള്ള പയ്യനായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ബസ് സ്റ്റോപ്പിൽ കാണുന്ന പയ്യനായിരിക്കാം, അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയായിരിക്കാം. അപ്പോൾ ആ ഒരു സ്നേഹം അല്ലെങ്കിൽ ആ ഒരു കണക്ഷൻ അതാണ്. അതുപോലെ തന്നെ ഈ പറഞ്ഞ ലവിനോടും അപ്രീസിയേഷനോടും ചേർന്ന ഹ്യൂമൻ എന്ന് പറയുന്ന ഒരു ഇൻട്രാക്ഷനാണ്, അല്ല ആ ഒരു കണക്ഷനാണ്. അപ്പോൾ ആ ഒരു കണക്ഷൻ നമുക്ക് അതിന്റെ ഫ്രീക്വൻസി അല്ലെങ്കിൽ ആ ഒരു വൈബ്രേഷൻ നമുക്ക് മാച്ച് ആയിട്ടുള്ള ഒരു കണക്ഷൻ ഇപ്പം ഉണ്ടാവണം. അപ്പോൾ ആ ഒരു കണക്ഷൻ നമുക്ക് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ, അല്ലെങ്കിൽ ആ കണക്ഷൻ നിലനിർത്താൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ഈ ഒരു പ്രോബ്ലം നമുക്ക് എപ്പോഴും ഉണ്ടാവും. അതായത് അപ്പൻ്റെയും അമ്മയുടെയും, അതായത് പേരൻസ് അവരെ പിള്ളേരുമായിട്ട് ഉള്ള ഫ്രീക്വൻസി ലെവലായിരിക്കണം, അല്ലെങ്കിൽ പ്രശ്നമാണ് അല്ലേ? എസ്പെഷ്യലി ആസ് ദേ കം ടു ദ ടീനേജ്. പക്ഷെ അത് നമുക്ക് തന്നെ അത് ബോധപൂർവം മാറ്റാവുന്നുള്ളൂ. അല്ല, അത് നമ്മൾ ഒന്നാമത് ഇതിനുള്ള ഹൈലി ആയിട്ടുള്ള അവയർനെസ് വേണം. അപ്പോൾ അതിന് നമ്മൾ 3 കാര്യങ്ങളാണ്. ഒന്ന് അവയർനെസ്, കണക്ഷൻ, അതുപോലെ തന്നെ എനർജി. ഈ 3 കാര്യങ്ങളിലുള്ള ആസ്പെക്റ്റുകൾ നമ്മളെപ്പോഴും അവരെ നർച്ചർ ചെയ്യണം. അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ആസ് എ പാരന്റ് വി ഓൾസോ നോ വി ഹാവ് ലീവ് ലോങ് ടൈം ദാൻ ദം. അപ്പോൾ നമ്മുടെ പാരന്റൽ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് എങ്ങനെ അവർക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പം ഇത് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ അതുപോലെ തന്നെ പറഞ്ഞു കൊടുക്കുന്നതോടൊപ്പം നമ്മൾ മോഡലിംഗ് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ വില എന്താണ്, എന്തുകൊണ്ടാണ് എന്നും കൂടെ പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ടാണ് നമ്മൾ 12 വയസ്സ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ 14 വയസ്സ് കഴിഞ്ഞാൽ അവർ ചോദിക്കും, അതെന്തുകൊണ്ടാണ്, അതിങ്ങനെ ചെയ്തുകൊള്ളാം, എന്തുകൊണ്ടാണ്. അപ്പം നമ്മൾ സാധാരണ പറയും, നീ ഞാൻ പറയുന്നത് കേട്ടാൽ മതി. പക്ഷേ അപ്പോൾ അവർ പുറത്തോണ്ട് പോകും, അല്ലെങ്കിൽ അവർ ചിലപ്പോൾ പറയും ഇറ്റ് ഡസൻറ്റ് മേക്ക് എനി സെൻസ് അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലും മറ്റും ഇവരെടുത്ത് വിശദീകരിച്ച് തന്നെ കൊടുക്കണം. ഇത് ശരിക്കും നമ്മൾ പറയുന്നതാണോ പിള്ളേരനുസരിക്കുന്നത്, അതോ പേരൻസിനെ കണ്ട് അത് മാതൃകയാക്കുന്നതാണോ കൂടുതലും സംഭവിക്കുന്നത്? അല്ല, മാതൃകയാണ് ഏറ്റവും നല്ലത്. ഇപ്പം നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ മോഡൽ ചെയ്യുകയാണ്. ഇപ്പോൾ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളെ നമ്മളിപ്പം എല്ലാവരും നമ്മൾ മോഡൽ ചെയ്യുന്നു. ഓക്കെ, അവരുടെ സക്സസ്, അവർക്ക് എങ്ങനെ സക്സസ് ഉണ്ടായി ആ മോഡൽ നമ്മൾ ചെയ്യുന്നു, അല്ലെങ്കിൽ അവർക്ക് അത് ചെയ്യാൻ പറ്റി, അപ്പം ആ ഒരു മോഡൽ നമുക്ക് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ റിലീജിയൻസ് അല്ലെങ്കിൽ ഓരോ കമ്പനികൾ, സക്സസ്ഫുൾ ആയിട്ടുള്ള കമ്പനികൾ, അവരെല്ലാം ആ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്ത് ആ ഒരു മോഡൽ അല്ലെങ്കിൽ ആ ഒരു സ്ട്രക്ചറാണ് ഫോളോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഫ്രെയിം വർക്ക് ഉണ്ട്. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ പള്ളിയിൽ പോകുമ്പോഴായാലും അത് കറക്റ്റ് ആയിട്ടുള്ള ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സിസ്റ്റം ഉണ്ട്. അല്ലെങ്കിൽ ഹിന്ദുക്കൾക്ക് നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ അവർക്ക് ഇന്ന സിസ്റ്റം ഉണ്ട്, അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് അവർക്കൊരു സിസ്റ്റം ഉണ്ട്, ഒരു റിച്വൽസ് ഉണ്ട്. പക്ഷെ ആ ഒരു റിച്വൽസ് നമ്മൾ റൂൾസ് ആയിട്ട് കൊണ്ടുവരുമ്പം ആ റൂൾസ് അത് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ അവർ നമ്മൾ എന്തുകൊണ്ടാണ് അത് ചെയ്യുന്നത് നമുക്ക് വേണം. അപ്പോൾ ആ ലോജിക്ക് വേണം, പ്ലസ് അത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ള സമയം നമ്മൾ കണ്ടെത്തണം. ഒന്ന് സമയം, നമ്മൾ ഇന്നത്തെ സമയത്ത് ഒരാൾ ജോലിക്ക് പോകും, മറ്റൊരാൾക്ക് ജോലിക്ക് പോകണം. അപ്പോൾ ഇതിനൊന്നും സമയമില്ല. പക്ഷെ നമ്മൾ ഇതൊക്കെ ചെയ്യണം എന്ന് നമുക്കറിയാം, അത് നമ്മൾ പഠിച്ചു വന്നിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് നമ്മൾ ചെയ്തുകൊണ്ട് പോകണം. പക്ഷേ ഇതെന്തിനാ ചെയ്യുന്നത്, ഇത് നമ്മളെ എങ്ങനെയാ നമുക്ക് എങ്ങനെ ഗുണം ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് അതിനെക്കുറിച്ച് ചിലപ്പോൾ നമ്മൾ പഠിച്ചിട്ടില്ല, നമുക്കും അറിയത്തില്ല. അത് പലപ്പോഴും നമ്മളെ തന്നെ ഒബ്സർവ് ചെയ്യുന്നില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു സെൽഫ്, ആ ഒബ്സർവേഷൻ, അതുപോലെ തന്നെ സെൽഫ് റിഫ്ലക്ഷൻ. ആ ഒരു റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് പല ചിന്തകളുണ്ട്. അപ്പോൾ ആ ചിന്തകൾ അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ചില സമയത്ത് നമുക്കറിയില്ല. ചിലപ്പോൾ നമ്മളെന്നും സംസാരിക്കുന്ന ആളുമായിട്ട് നമ്മൾ സംസാരിക്കുന്നു. പക്ഷെ ആ ഒരു സംസാരം നമ്മളൊരു പ്രൊഫഷണലായിട്ട് സംസാരിച്ചു, അല്ലെങ്കിൽ അതിൻ്റെ ഒരു എക്സ്പേർട്ടായിട്ട് സംസാരിക്കുമ്പോൾ ഇപ്പം നമ്മൾ ചിലപ്പം വേറെ പെർസ്പെക്റ്റീവ് ആയിരിക്കാം. അപ്പം അതാണ് വ്യത്യാസം. പക്ഷെ അതിന് നമ്മൾ ഒരിക്കലും സമയം കണ്ടെത്താറില്ല. നമ്മൾ ഇത് കേട്ടിട്ടുണ്ടാവാം, ഒരാളുടെ ബിൽഡ് എന്ന് പറയുന്നത് അയാൾ ഇടപഴകുന്ന 5 പേരുടെ ഫ്രീ അപ്പോൾ ആ ഒരു ക്യാരക്ടർ ബിൽഡിംഗ് ആണ്. അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ ഇടപെടുന്ന 5 പേരുടെ സമ്മറിയാണ് നമ്മൾ ആണല്ലേ. അപ്പോൾ അതാണ് നോർമൽ. അപ്പം അതാണ് തോന്നുന്നത് എപ്പോഴും ആൾക്കാർ പറയാറുണ്ട്, ഈ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ഒക്കെ പറയാറുണ്ടല്ലോ, എപ്പോഴും നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ അല്ലെങ്കിൽ നിങ്ങളുടെ സറൗണ്ടിങ്സ് ചൂസ് ചെയ്യണം, നിങ്ങളും അതേപോലെ തന്നെ ആയിരിക്കും അല്ലേ? അതെ. അപ്പോൾ അതിനാണ് നമ്മുടെ ബോണ്ടിങ്. നേരത്തെ ആദ്യം പറഞ്ഞു, നമ്മുടെ ലിമിറ്റേഷൻ, നല്ല ബൗണ്ടറീസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ഇതാണ് നമ്മുടെ
ബോണ്ടിങ്സ്, അതായത് നമ്മുടെ ആക്ടിവിറ്റീസ്, നമ്മുടെ അസോസിയേഷൻ, നമ്മൾ അറ്റാച്ച് ചെയ്യുന്ന സംഭവങ്ങൾ എന്താണ് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് നമ്മൾ കൂടുതൽ ഇൻവോൾവ് ചെയ്യുന്നത്, അതുപോലെ തന്നെ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് ഗ്രൂപ്പിലാണ് നമ്മൾ പെടുന്നത്. നമുക്ക് ഇവിടെ അറിയാം, നമുക്ക് നമ്മൾ വെളിയിൽ അറിയാം, നമുക്ക് ആ ഒരു അസോസിയേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഇതുണ്ട്. പക്ഷെ അല്ലെങ്കിൽ മെൻസ് ഗ്രൂപ്പ് ഉണ്ട്, വുമൻസ് ഗ്രൂപ്പ് ഉണ്ട്, അല്ലെങ്കിൽ കൾച്ചറൽ ഗ്രൂപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പം ബൈക്കിംഗ് ഉണ്ട്, മീൻസ് ക്യാമ്പിംഗ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ ആ ഒരു ഗ്രൂപ്പ് ഉണ്ട്. പക്ഷെ ദാറ്റ് മീൻസ് എല്ലാവരും ഓരോ ഗ്രൂപ്പിൽ പെടുന്നില്ല. അത് അവിടെയാണ് അടുത്ത ഡിഫറൻസ്. ഓരോരുത്തരുടെയും ഇൻട്രസ്റ്റ് അതുപോലെ തന്നെ അവരുടെ പേഴ്സണാലിറ്റി, അവരുടെ ഡ്രീംസ്, ഇതെല്ലാം കണക്റ്റഡ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തെ ഇത് ചെയ്യുള്ളൂ. ഇപ്പം ഞാൻ കൂടുതൽ മീൻസ് എനിക്ക് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ പുതിയ ഇന്നോവേഷൻ അതുപോലെ തന്നെ ഈ ഒരു മെൻറ്ററിങ് കാര്യങ്ങളിലാണ് ഞാൻ കൂടുതൽ താല്പര്യം. ഇപ്പം ജിൽസ് ഇതുപോലെ തന്നെ ഇപ്പം യൂട്യൂബ് ചെയ്യാൻ തുടങ്ങി. ആ യൂട്യൂബ് ഒന്നേം തുടങ്ങി പല രീതികളിൽ മനസ്സിലാക്കി. അപ്പം അതിലാണ് കൂടുതൽ ഇൻട്രസ്റ്റ്. അപ്പം സംടൈംസ് നമ്മൾ ഓൺ ദ വേ ഇത് നമ്മൾ പുതിയ കണ്ടെത്തുന്നതനുസരിച്ച് അതിൻ്റെ അടുത്തടുത്ത കാര്യങ്ങളിലേക്ക് നമ്മൾ മുമ്പോട്ട് പോകും. പക്ഷെ അപ്പം ആ ഒരു നമ്മുടെ അസോസിയേഷൻസും നമ്മുടെ ആക്ടിവിറ്റീസും നമ്മുടെ അറ്റാച്ച്മെൻറ്റ്സും ആണ് നമ്മളാക്കുന്നത്. പക്ഷെ അതിലും അങ്ങനെ ആക്കുന്ന സമയത്തും നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ് നമ്മൾ ആലോചിക്കേണ്ടത്. Am I loving myself? Am I appreciating myself? Am I having a positive conversation with myself? Or am I valuing myself as I am? അതായത് ഞാൻ ഉള്ളതും കൊണ്ട് ഞാൻ എത്രത്തോളം ഹാപ്പിയാണ്, അല്ലെങ്കിൽ ഞാൻ എത്രത്തോളം അതിനെ ഞാൻ വാല്യൂ ചെയ്യുന്നുണ്ട്, എൻ്റെ ഇപ്പോൾ ഉള്ള വില, ആ വില ഞാൻ പൂർണ്ണമായിട്ടും മതിക്കുന്നുണ്ടോ? നമ്മൾ ഈ സെൽഫ് അവയർനെസ്, അല്ലെങ്കിൽ നമുക്കൊരു കാര്യം അറിയാം, ഇപ്പം നമ്മളെ തന്നെ അപ്രിഷ്യേറ്റ് ചെയ്യണമെന്ന് ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന എല്ലാവർക്കും തന്നെ അറിയാം. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ, യൂട്യൂബ് യൂസ് ചെയ്യുന്നവർക്ക് എല്ലാം അറിയാം. കാരണം നമ്മൾ അതേപോലത്തെ വീഡിയോകളൊക്കെ ഇഷ്ടംപോലെ കാണുന്നുണ്ട്. പക്ഷെ നമുക്കിത് അറിയാമെങ്കിലും നമുക്കതേക്കുറിച്ചൊരു ബോധ്യമോ അതിനുവേണ്ടി നമ്മൾ പ്രാക്ടീസോ ചെയ്യുന്നില്ല. ഉണ്ടോ? ചെയ്യുന്നില്ല. അപ്പോൾ ആ സിറ്റുവേഷൻ നമുക്ക് എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും? നമ്മളൊക്കെ നമ്മളത് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും? ഇമ്പ്രൂവ് ചെയ്യാം. അതിനാണ് നമ്മൾ മീൻസ് ഇതിൻ്റെ അകത്തുള്ള 3 കാര്യങ്ങളാണ്. അതായത് നമുക്ക് ഒരു കാർ ഓടിക്കുമ്പോൾ 2 കാര്യങ്ങളാണ്. നമുക്ക് ആക്സിലറേറ്റർ ഉണ്ട്, അതുപോലെ തന്നെ ബ്രേക്ക് ഉണ്ട്. അപ്പം ആക്സിലറേറ്റർ ചവിട്ടി പോകാൻ എളുപ്പമാണ്. പക്ഷെ നമ്മുടെ ലൈഫിൽ നമ്മൾ ഈ ചിലപ്പോൾ ബ്രേക്കും കൂടെ വേണം. അല്ല, ബ്രേക്ക് വേണം, ബ്രേക്ക് ഉണ്ട്, കാറിന് ബ്രേക്ക് ഉണ്ട്. പക്ഷേ നമ്മൾ മിക്കപ്പോഴും നമ്മൾ ആക്സിലറേറ്റർ കൊടുക്കുന്നപ്പോഴും നമ്മൾ ബ്രേക്കിംഗ് കൊടുത്താൽ പോകണം. അപ്പോൾ നമ്മളൊരു ഫീലിംഗ് ഓഫ് സ്റ്റാഗ്നൻ്റ് ആണ്, സ്റ്റക്കാണ്. അപ്പോൾ എപ്പോഴാണ് ബ്രേക്ക് കൊടുക്കേണ്ടത്, എപ്പോഴാണ് ബ്രേക്ക് കൊടുക്കേണ്ടാത്ത, അല്ലെങ്കിൽ എപ്പോൾ സ്പീഡ് എടുക്കണം, എപ്പോൾ സ്പീഡ് കുറയ്ക്കണം എന്നുള്ള ആ ഒരു ഇമോഷണൽ മെച്യൂരിറ്റി അല്ലെങ്കിൽ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഇത് ചെയ്യാം. അപ്പോൾ ഈ ബ്ലോക്കിനെ കുറിച്ച് ഇച്ചിരി കൂടെ കൂടുതലായിട്ട് പറയാം. നമ്മൾ സാധാരണ 3 ബ്ലോക്കുകളാണ്. ഒന്ന് പറഞ്ഞ നമ്മുടെ വാല്യൂസ്. ഇപ്പം ഞാൻ പറഞ്ഞ ഇപ്പം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളിപ്പം ജോലി, ഇപ്പം നമുക്കിപ്പോൾ കാർ മീൻസ് നല്ല BMW വാങ്ങണം, അല്ലെങ്കിൽ ബെൻസ് വാങ്ങണം, അല്ലെങ്കിൽ അതുപോലെ തന്നെ നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് വീട് വേണം, അല്ലെങ്കിൽ 2 നില വീട് വേണം, അല്ലെങ്കിൽ നമുക്കൊരു ബിസിനസ് വേണം. അപ്പോൾ എല്ലാത്തരുടെയും ഡ്രീം വ്യത്യാസമാണ്. അല്ലെങ്കിൽ നമുക്ക് ഹോളിഡേ ട്രിപ്പ് പോകണം, അല്ലെങ്കിൽ ട്രാവൽ ചെയ്യണം, ക്രൂയിസിന് പോകണം. ഇതെല്ലാം നമ്മുടെ ഒരു ആഗ്രഹങ്ങളാണ്. അപ്പോൾ സെയിം ടൈം ഓരോരുത്തരും വാല്യൂ ചെയ്യുന്നവരാണ്. ചിലപ്പം ചിലർ സ്പിരിച്വാലിറ്റി ആയിരിക്കാം കൂടുതൽ വാല്യൂ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹെൽത്ത് ആയിരിക്കും കൂടുതൽ വാല്യൂ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫാമിലി ആയിരിക്കും ഇമ്പോർട്ടൻറ്റ്, അല്ലെങ്കിൽ പിള്ളേരായിരിക്കും അവർക്ക് വളരെ ഇമ്പോർട്ടൻറ്റ്. അത് എക്സ്റ്റേണലായിട്ടാണ് ഇത് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മൾ എക്സ്റ്റേണലായിട്ടാണെങ്കിലും നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് ദർ ഇസ് എ സെക്കൻഡറി ഗെയിൻ. അപ്പോൾ നമ്മൾ ഇവിടെയാണ് നമ്മുടെ നേരത്തെ പറഞ്ഞ റിലേഷൻഷിപ്പിലെ കോൺഫ്ലിക്റ്റ് കൂടുതൽ പ്ലേ ചെയ്യുന്നത്. അതായത് ചില ആൾക്കാർക്ക് പവറാണ് ഇമ്പോർട്ടൻറ്റ്, ചില ആൾക്കാർക്ക് കൺട്രോളാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാനെല്ലാം കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകണം. അല്ലെങ്കിൽ ചില ആൾക്ക് അതോറിറ്റിയാണ്, ഞാനാണ് അതോറിറ്റി, അതുപോലെ തന്നെ ഞാൻ സുപ്പീരിയർ ആണ്. അപ്പം റിലേഷൻഷിപ്പിൽ എപ്പോഴും അത് സുപ്പീരിയോറിറ്റി, ഞാൻ സുപ്പീരിയർ, മറ്റാൾ അതുപോലെ തന്നെ അത് വരുന്ന സമയത്ത് നമ്മുടെ ജോബ് പ്രൊഫൈലിൽ പ്രോബ്ലം വരാം. അതായത്
അപ്പം ചില ആൾക്കാർക്ക് ആ ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ് ഉണ്ട്. എസ്പെഷ്യലി നമ്മളിപ്പോൾ മൈഗ്രൻസ് വന്നു, മൈഗ്രൻസ് നാട്ടിൽ നിന്ന് വന്നു, നല്ല ജോലികളിലിരുന്നവർ ഇവിടെ വന്ന് ചെയ്യുമ്പം ആ ഒരു ഐഡൻറ്റിറ്റി അവരില്ല, അവരുടെ ഓൾറെഡി ഉണ്ടായിരുന്ന ഐഡൻറ്റിറ്റി നഷ്ടപ്പെട്ടു. പക്ഷെ അവരുടെ ഉള്ളിൽ ഇന്നും ഉണ്ട് ആ ഒരു ഐഡൻറ്റിറ്റി. പക്ഷേ ഇപ്പോഴത്തെ പറ്റുന്നില്ല, അത് പ്രദർശിപ്പിക്കാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ ആ ഒരു ആഗ്രഹം ഇവിടെ നമുക്ക് നിലനിർത്താൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഇപ്പോഴത്തെ നമ്മൾ ഒന്നെങ്കിൽ ആ ഒരു കോമ്പറ്റീഷൻ അല്ലെങ്കിൽ നമ്മളെ ഒരു കമ്പാരിസൺ മോഡിൽ നമ്മൾ ലൈഫ് ലീഡ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ ഇത് ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ അതിന് സമയം കണ്ടെത്താനോ അതിന് കൂടുതൽ നമ്മുടെ സ്കിൽ അപ്ഡേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള എഡ്യൂക്കേഷൻ ചെയ്യാനോ നമ്മൾ ശ്രമിക്കുന്നില്ല. അപ്പോൾ നമ്മൾ വേറൊരു പാറ്റേണിലേക്ക് പോകുമ്പോൾ എക്സ്റ്റേണലി നമുക്ക് ഈ പറഞ്ഞ BMW ഉണ്ടെങ്കിലും ചിലപ്പോൾ നമ്മൾ ഇന്റേണലി നമ്മൾ ആൾട്ട പോലും ഇല്ല. തമാശയിലാണ്, ഇത് വലിയ ക്രൈസിസ് ആണ്. കാരണം ഇതാരും കുറ്റമൊന്നുമല്ല. കാരണം ഓരോ സാഹചര്യം അനുസരിച്ച് അവിടെ നിന്ന് ഇവിടെ വരാനായിട്ടുള്ള മനസ്സ് കാണിച്ചത് വലിയൊരു കാര്യം തന്നെയാണ്. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം ഈ ചെറിയ ജോലി ചെയ്യുന്നതും ഒരുപക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഫീലിംഗ് ആണ്. പക്ഷേ ഇത് പലപ്പോഴും പലരും ഹർട്ട് ചെയ്യും. ഇപ്പോൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള ആൾക്കാർ പല സ്ട്രെസ് വന്നു കഴിയുമ്പോൾ ഹർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ സ്ട്രെസ് നമുക്ക് പലപ്പോഴും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ തന്നെ നമുക്കറിയാം, പക്ഷെ അതേക്കുറിച്ച് നമുക്കൊരു നല്ലൊരു ബോധ്യമില്ല. അതൊരു വലിയ വിഷയമല്ലേ? അപ്പോൾ ഈ പറഞ്ഞ ഐഡന്റിറ്റി എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ സിമ്പിളായിട്ട് പറയുന്നത്, ഞാൻ ആദ്യം വന്ന സമയത്ത് ഞാൻ ചെറിയ ജോലികളാണ് ചെയ്തത്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കും, നമ്മൾ ഒരു സാധാരണ ഒരാളെ കാണുമ്പോൾ എവിടെയാ, സ്ഥലം എവിടെയാ, നാട്ടിലെവിടെയാ, എവിടെയാ, അല്ലെങ്കിൽ പിന്നെ അടുത്താണ് ചോദ്യമാണ് ജോലി. അപ്പം ജോലി എന്താ? അപ്പം നമ്മൾ വിചാരിക്കും, ഈ ജോലി മീൻസ് ഇത് ഈ ഒരു നമ്മൾ ചെറിയ ജോലി ചെയ്യുന്നത് കൊണ്ട് എനിക്കിത് ഒരു കോമൺലി അക്സെപ്റ്റഡ് അല്ലല്ലോ. ഓൾറെഡി നമുക്കറിയാം, എനിക്ക് ഇഷ്ടമില്ലാത്ത ജോലിയാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷേ പറയാൻ പറ്റത്തില്ല, പറയാതിരിക്കാനും പറ്റത്തില്ല. ആ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഐഡന്റിറ്റി, നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഐഡന്റിറ്റിയിലേക്ക് എത്തുക എന്നുള്ളത് വലിയൊരു ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ വലിയൊരു ചലഞ്ചാണ്. പക്ഷെ അതൊരു ഈസി അല്ല. നമ്മുടെ ഈ വെളിയിലത്തെ നമ്മുടെ ഫാമിലി, നമ്മുടെ ഡിമാൻഡ്സ്, നമ്മുടെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ, അപ്പോൾ ഇതെല്ലാം നമുക്ക് നാട്ടിലാണെങ്കിൽ എല്ലാവരും ഹെൽപ്പ് ചെയ്യാനുണ്ട്. പക്ഷേ ഇപ്പം ഇവിടെ അത് പറ്റത്തില്ല. അപ്പോൾ എല്ലാം നമ്മളാണ്. അപ്പോൾ ഈ ഒരു ഇതിലുള്ള ഐഡന്റിറ്റി എനിക്ക് തോന്നുന്നത് മോസ്റ്റ് ഓഫ് ദ ആൾക്കാർക്കും ഉണ്ട്. പക്ഷെ നമുക്ക് വേണമെങ്കിൽ അത് നമുക്ക് ബോധപൂർവം മനസ്സിലാക്കാം സിറ്റുവേഷൻ ഇല്ലേ. അത് കഴിഞ്ഞ് നമുക്ക് നമ്മളെ തന്നെ റീഡിഫൈൻ ചെയ്യാൻ പാടില്ലേ. കാരണം ഇപ്പം ഞാനിവിടെ വന്നു, എൻ്റെ പിള്ളേരെ കൊണ്ട് സ്കൂളിൽ വിടണമെന്നുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ ഒരാൾ തീർച്ചയായിട്ടും വേണം. എങ്ങനെയായാലും ഇവിടെ വീട്ടിൽ ഒരാളെങ്കിലും ഇല്ലാതെ നമുക്ക് ഫാമിലി ആയിട്ട് പോകാൻ ഭയങ്കര പാടാണ്, പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളപ്പം. അപ്പം അതിന് നമ്മളൊരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ കുറേ കോംപ്രമൈസ് ചെയ്യില്ലേ എന്ന് ഞാൻ ചോദിക്കാം. ഇല്ല, ഇതാണ് നമ്മൾ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് നമ്മുടെ ഓപ്പറേഷൻസ്. ഒന്ന് നമ്മുടെ ഓപ്പറേഷൻസ്, അതുപോലെ തന്നെ നമ്മുടെ ഫ്യൂച്ചർ ഗോൾസ്, അതുപോലെ തന്നെ നമ്മുടെ വാല്യൂസ് നമ്മൾ കോമൺലി വർക്ക് ചെയ്യണം. അപ്പോൾ അത് നമ്മൾ കോമൺലി എന്താണ്, അതിൽ അർജൻറ്റായിട്ടുള്ള കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ പ്രയോറിറ്റി ഉള്ള കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പം നമ്മൾ അർജൻറ്റായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ ആദ്യമേ ഫോക്കസ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പം പക്ഷേ ആ ഒരു നമുക്ക് ഇരുന്ന് സംസാരിക്കാനുള്ള സമയം അല്ലെങ്കിൽ അതിനുള്ള ഇമോഷൻ, അതിനുള്ള എഡ്യൂക്കേഷൻ നമുക്ക് സാധാരണ കുറവാണ്. അതെന്ന് വെച്ചാൽ നമ്മൾ ഒന്നെങ്കിൽ ജോലി, അല്ലെങ്കിൽ ഇപ്പം 7 ദിവസത്തിലും എല്ലാവരും 5 ദിവസം ജോലി ചെയ്യുന്നുണ്ട്. ചിലർ ഇപ്പം നമ്മളിപ്പം എക്സ്ട്രാ കമ്മിറ്റ്മെൻ്റ് ഉള്ളവർ 6 ദിവസവും, ചിലർ 7 ദിവസവും, അതുപോലെ തന്നെ രാത്രിയും പകലും മാറി മാറി ജോലി ചെയ്യുന്ന പല ജോലികൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്കിതിനൊന്നും സമയമില്ല. അപ്പോൾ ആ ഒരു സെൽഫ് അവയർനെസ്സോ അല്ലെങ്കിൽ ആ ഒരു മ്യൂച്വൽ കണക്ഷൻ അല്ലെങ്കിൽ മ്യൂച്വൽ ഡീപ്പായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള കോൺവെർസേഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള ചിലപ്പോൾ സമയം കിട്ടാറില്ല. ഈ ഒരു അത് ചെയ്യാത്തതാണ് ഒരു മേജർ സ്ട്രെസ്. അതുപോലെ തന്നെ സ്ട്രെസ്സുമാണ്, അതുപോലെ തന്നെ റിലേഷൻഷിപ്പിൽ ഏറ്റവും ഗ്യാപ്പ് ഉണ്ടാകുന്നതും അതുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനാണ് നമ്മളിപ്പം എന്താണ്, നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ എന്താണ്, അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഉള്ള പ്രശ്നം എങ്ങനെയാണ് ഉണ്ടായത്, അത് പ്രശ്നം ഉണ്ടായത്, അതുപോലെ തന്നെ അത് പ്രശ്നം സോൾവ് ചെയ്യാൻ
നമ്മൾ തയ്യാറാണ്. ആ കാരണം കണ്ടുപിടിക്കണം ആദ്യം. അതെ, അല്ല നമ്മൾ തന്നെ നമ്മുടെ കാരണം കണ്ടുപിടിക്കണം, കാരണം കണ്ടുപിടിക്കണം, പിന്നെ അത് ട്രീറ്റ് ചെയ്യാം അല്ലേ. നമ്മൾ പലപ്പോഴും കണ്ടുപിടിക്കാറില്ല. ഞാൻ പറഞ്ഞു കേട്ടോ, കണ്ടിന്യൂ ചെയ്താണ്. അപ്പോൾ ഇവിടെ നമ്മൾ സാധാരണഗതിയിൽ വന്നു കഴിയുമ്പോൾ ആൾക്കാർ നമ്മൾ പറയാറുണ്ട്, നമ്മൾ തമാശയായിട്ടാണ് പറയുന്നത്, പക്ഷെ പലരും ഹർട്ട് ചെയ്യാറുണ്ട്. പലരും നീ സാരി വിസ വന്നതല്ലടാ, അപ്പം ഇപ്പൊ പണ്ട് സാരി വിസയാണ്, ഇപ്പൊ അത് മാറി ഇപ്പൊ പലരും പറയുന്നത് പാവാട വിസ അല്ലെന്നാ പറയുന്നത് അല്ലേ. അതിന്റെ ഡെൻസിറ്റി കൂട്ടി കൊണ്ടിരുന്നത് അല്ലേ. പക്ഷെ അതൊക്കെ ഇങ്ങനെ പറയുമ്പോഴും നമുക്കൊരു ബോധ്യം തന്നെത്താനെ ഉണ്ടെങ്കിൽ, എന്തുകൊണ്ട് ഞാനിവിടെ വന്നു ഉണ്ടെങ്കിൽ നമുക്കൊരു പരിധി വരെ കവർ ചെയ്യാൻ പാടില്ല. കാരണം ഇവിടെ രണ്ടുപേര് താമസിക്കുന്നിടത്ത് എങ്ങനെയായാലും പ്രശ്നങ്ങളുണ്ടാവും അല്ലേ. അതൊരു അൺനാച്ചുറൽ ആയിട്ടുള്ള കാര്യമല്ല. പക്ഷെ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു മെയിൻ കാരണങ്ങൾ. അപ്പം ആ ഒരു ഹാൻഡിലിംഗ് ആണ്. അപ്പം ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സെൽഫ് വർത്ത് പ്രോബ്ലമാണ്. അതുപോലെ തന്നെ അപ്പം നമുക്ക് എല്ലാവർക്കും ആവശ്യം മെയിനായിട്ട് രണ്ട് കാര്യങ്ങളാണ്, എസ്പെഷ്യലി റിലേഷൻഷിപ്പിൽ ലവ് ആൻഡ് റെസ്പെക്ട് ആൻഡ് അപ്രിസിയേഷൻ. അപ്പം പക്ഷേ ഈ വർത്ത് ആയ ഒരാൾ ഇപ്പം മറ്റൊരാളെ വാല്യൂ ചെയ്യാതെ, അല്ലെങ്കിൽ ഒരാളെ മറ്റുള്ളവർ ഇപ്പം നീ നല്ലതല്ല അല്ലെങ്കിൽ ഞാനാണ് ബെറ്റർ എന്ന് പറയുമ്പം ഓൾറെഡി ഒരാളുടെ വാല്യൂ കുറയുവാണ്. അപ്പൊ രണ്ടുപേരും ഈക്വലി ആയിരിക്കുന്ന അവസ്ഥയിൽ അവരെ അക്സെപ്റ്റ് ചെയ്ത്, അവരെ വാല്യൂ ചെയ്ത്, അവരെ റെസ്പെക്ട് ചെയ്യുമ്പം, അല്ലെങ്കിൽ അവരെ ട്രസ്റ്റ് ചെയ്യുമ്പം, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളിൽ അറ്റൻഷൻ കൊടുക്കുമ്പം നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. അപ്പം മെയിൻലി ഇവിടെ ലവ് ഇല്ലാന്നൊരു വലിയ വിഷയം വരുന്നുണ്ടോ? ലവ് എന്ന് ലവ് ഒരു മാജിക്കൽ സംഭവമാണ്. നമുക്ക് ലവ് ആണ്, സോഷ്യൽ മീഡിയയിൽ ലവ് ഒക്കെ ഇടാം, പക്ഷേ അതുപോലെ തന്നെ അപ്പം പല പിക്ചേഴ്സൊക്കെ നമ്മൾ കാണാറുണ്ട്, മീൻസ് വളരെ ഇതായിട്ടുള്ള. പക്ഷെ ആ ഒരു ലവ് നമ്മൾ ഒറിജിനലാണോ? അല്ല. നമ്മൾ ലവ് വെൻ യു ആർ ഒത്തന്റിക്, when you are genuine, when you have a deeper connection, when you can, if I can trust you, and I can believe you, and you believe me, and if it happens in both direction, then that's it. But love will happen automatic. Okay. Love is like an external thing. But ഈ ഓപ്പറേഷൻസിലും, ഡെയിലി ഓപ്പറേഷൻസിലും, അതുപോലെ ഡെയിലി കണക്ഷൻസിലും, ഡെയിലി കമ്മ്യൂണിക്കേഷൻസിലും അത് നമ്മൾ എങ്ങനെ പ്രയോഗിക്കാം. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും പള്ളിയിൽ പോയി, പക്ഷേ നമ്മൾ പള്ളി വന്നു കഴിഞ്ഞിട്ട് വെളിയിൽ വന്ന് അടുത്ത ആളുടെ കുറ്റം പറഞ്ഞ്, അതുപോലെ തന്നെ അവരുടെ കുന്നായ്മയും പറഞ്ഞിരിക്കുമ്പോൾ എവിടെയാണ് ഒരു പരിവർത്തനം നടക്കുന്നില്ല. പരിവർത്തനമില്ല. ജസ്റ്റ് പോയി, എല്ലാവരും പോകുന്നു, നമ്മളും പോയി, അല്ലാതെ തിരിച്ചു പോരുന്നു എന്നുള്ളതല്ല. അതാണ്. അപ്പോൾ അവിടെയാണ് വ്യത്യാസം. ഇപ്പം നമ്മൾ സിസ്റ്റം ഫോളോ ചെയ്യുന്ന ഒന്ന്, പക്ഷേ പ്രാക്ടിക്കലി ആപ്ലിക്കേഷൻ നമ്മൾ ചെയ്യണം. അത് നമ്മൾ തന്നെ എഫേർട്ട് ചെയ്യണം. അത് സെൽഫായിട്ടുള്ള സെൽഫ് ഇംപ്രൂവ്മെൻ്റ് ആണ്, സെൽഫ് ഗ്രോത്ത് ആണ്, അല്ലെങ്കിൽ സെൽഫ് ഡെവലപ്മെൻ്റ് ആണ്. അപ്പോൾ ആ ഒരു ഗ്രോത്ത് ചെയ്യാൻ നമ്മളെ തന്നെ മനസ്സിലാക്കണം. അതാണ് നേരത്തെ പറഞ്ഞ സെൽഫ് അവയർനെസ്. അപ്പോൾ അത് മനസ്സിലാക്കത്തോളം കാലം അവിടെ എത്ര അങ്ങോട്ട് പോയാലും, അവിടെ പോയി ഇരുന്നാലും, എത്ര 100 പ്രാവശ്യം പോയി ഓരോ പ്രോസസ്സ് ചെയ്താലും നമുക്ക് വർക്കാവത്തില്ല. അപ്പം ആ സെൽഫ് ആയിട്ടുള്ള അവയർനെസ്, ഈ പറഞ്ഞ നമ്മുടെ സെൽഫ് വർത്ത് എങ്ങനെ കൂട്ടാം, അല്ലെങ്കിൽ സെൽഫ് വാല്യൂ എങ്ങനെ കൂട്ടാം, നമുക്ക് നമ്മളെ തന്നെ വിശ്വാസം എങ്ങനെ വരുത്താം എന്നുള്ള ഇതിലേക്ക് നമുക്ക് സത്യം പറയാം. നമ്മളിപ്പം പള്ളിയിൽ പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ഭക്തരാണ്, അവർ ഏറ്റവും ഫ്രണ്ടിൽ പോയി നിൽക്കും, കൈകൂപ്പി പിടിച്ച് നിൽക്കും. ഞാൻ ഇതൊന്നും കുറ്റമല്ല കേട്ടോ പറയുന്നത്, ഒരു സിറ്റുവേഷൻ പറയുന്നത്. പക്ഷേ പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്കവാറും അവരെ ചീത്ത തന്നെ ആയിരിക്കും പറയുന്നത്. ഒന്നെങ്കിൽ കൂടെയുള്ളവരെ, അല്ലെങ്കിൽ അവരെ ശത്രുക്കളായിട്ട് കാണുന്ന ആൾക്കാരെ, അല്ലെങ്കിൽ എന്താ പറയുക അച്ഛന്മാരെ, അങ്ങനെയുള്ള ആൾക്കാരെ പറ്റി ഭയങ്കരമായിട്ട് എന്താ പറയുക മോശമായിട്ട് സംസാരിക്കുന്നതാണ്. ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുന്നില്ല അല്ലേ, ഒരു സെൽഫ് ഗ്രോത്ത് ശരിക്കും ഉണ്ടാവുന്നില്ലാത്തതുകൊണ്ടാണ് അല്ലേ. പിന്നെല്ലാം നമുക്കൊരു സ്പിരിച്വാലിറ്റി ഒരു മാജിക്കൽ എഫക്റ്റാണ്, അല്ലെങ്കിൽ ഒരു മിസ്റ്ററിയാണ്. അപ്പോൾ ആ ഒരു മിസ്റ്ററിയിൽ എനിത്തിങ് ഈസ് പോസിബിൾ. അപ്പോൾ ആ ഒരു അതാണ്. പക്ഷെ നമ്മൾ ആ ഒരു ഇതിലേക്കാണ് എപ്പോഴും, അതിലേക്ക് നമ്മളിപ്പം സ്പിരിച്വൽ ആയിട്ടുള്ള ഏത് സ്പിരിച്വൽ ഗുരുസിൻ്റെ അടുത്തോ, അല്ലെങ്കിൽ നമ്മളിപ്പം മീൻസ് എന്നാ പറയുന്നത് റിട്രീറ്റ് ഗുരുസിൻ്റെ അടുത്തോ ആൾക്കാർ തടിച്ചുകൂടുന്നത് അതുകൊണ്ടാണ്. ദർ ഇസ് എ മാജിക്. പക്ഷെ അതിൻ്റെ അകത്തുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കുറേയൊക്കെ നമ്മൾ റിലീസ് ചെയ്യും. അതല്ല, നമുക്ക് സ്വന്തമായിട്ട് നമ്മളെക്കുറിച്ച് പഠിക്കണ്ട, നമ്മളെക്കുറിച്ച് നമ്മൾ അതിനെക്കുറിച്ച് ഒന്നും ചെയ്യണ്ട. അപ്പം അതുകൊണ്ടാണ് മാജിക്. ഒരു ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു മാറ്റം, രൂപാന്തരണം അല്ലെങ്കിൽ അവിടെ സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട്. എല്ലാവർക്കും സംഭവിക്കണം എന്നില്ല. പക്ഷെ ആ ഒരു ഇതിലേക്ക്
ആ ഒരു ഇതുകൊണ്ടാണ് ആൾക്കാർ പോണത്. പക്ഷേ സാധാരണ ആൾക്കാർ ഈ ഒരു സിസ്റ്റം ഫോളോ ചെയ്ത് പോണു, പക്ഷെ അവരിൽ മാറ്റം വരുത്തുന്നില്ല. അപ്പൊ ആ മാറ്റം വരുത്തണമെങ്കിൽ സ്വന്തമായിട്ട് ഇപ്പം ഈ ഒരു പെയിൻ ഒന്ന് റിഫ്ലക്റ്റ് ചെയ്യണം, പ്ലസ് ഓരോ പെയിനും കൂടെ പോകണം. നമ്മൾ ആ ഒരു പെയിനും കൂടെ പോകുമ്പോൾ മാത്രമേ നമുക്കൊരു ജീവിതത്തിലൊരു പർപ്പസ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ സാധാരണ എന്നാ ചെയ്യുന്നത് വെച്ചാൽ നമുക്കൊരു പെയിനാണ്, പെയിൻ നമ്മുടെ നോർമൽ ടെൻഡൻസി വെച്ച് നമ്മൾ ഡയറക്ഷൻ പെയിൻ ടു പ്ലഷർ, അല്ലെങ്കിൽ നമ്മൾ പറയും നമ്മളൊരു മോട്ടിവേഷൻ, ചില കാര്യങ്ങൾക്ക് നമ്മൾ മോട്ടിവേഷൻ ഉണ്ട്, അത് ടുവേർഡ്സ് മോട്ടിവേഷൻ എന്ന് പറയും. അപ്പോൾ ആ മോട്ടിവേഷന് നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു പോകണം. അല്ലെങ്കിൽ മറ്റു സ്ഥലത്ത് എന്ന് വെച്ചാൽ നമുക്ക് മോട്ടിവേഷൻ ഇല്ലാത്ത ഡയറക്ഷനിൽ നമ്മൾ ഒഴിവാക്കുന്നു. പെയിനാണ്. അപ്പം ആ ഒരു പെയിൻ പ്ലഷറാണ് ജനറലി എല്ലാവരും ചെയ്യുന്നത്. അപ്പം നമ്മളിപ്പം കള്ളു കുടിക്കുന്നവരാകാം, സിഗരറ്റ് വലിക്കുന്നവരാകാം, അല്ലെങ്കിൽ മറ്റ് അഡിക്ഷൻസ് ഉള്ളവരാകാം. പക്ഷെ എന്തിനാണ് പോകുന്നത്? ദേഴ്സ് എ പ്ലഷർ. അപ്പോൾ അത് പക്ഷേ ആ പ്ലഷർ എന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ലായിരിക്കാം. അപ്പം നമുക്ക് ചിലപ്പോൾ ആ ഒരു വാല്യൂ ആയിരിക്കാം, ചിലപ്പോൾ നമ്മുടെ വർത്തായിരിക്കാം, അല്ലെങ്കിൽ നമ്മളുമായിട്ടുള്ള കോൺഫ്ലിക്റ്റ് ആയിരിക്കാം. അപ്പം ഫാമിലിയിൽ കോൺഫ്രണ്ടേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ പാസ്റ്റിലുള്ള പഴയ കാര്യങ്ങളിലുള്ള ചിലപ്പോൾ നമ്മുടെ ലൈഫിൽ ലോസ് ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ഈവൻ റിലേഷൻഷിപ്പിൽ എന്ന് പറഞ്ഞാൽ ഒരു ലോസ് എന്ന് പറയുന്നത് നമ്മുടെ ട്രസ്റ്റ് ലോസ് ചെയ്യാം, നമ്മളുടെ വിശ്വാസം നഷ്ടപ്പെടുക. അതുപോലെ തന്നെ അത് വിശ്വാസം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പാർട്ട്ണറെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അല്ലെങ്കിൽ ഇത് ആ ഒരു ട്രസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ട്രസ്റ്റ് ഇല്ലാതെ നമുക്ക് റെസ്പെക്റ്റ് വരത്തില്ല, റെസ്പെക്റ്റ് ഇല്ലാതെ നമുക്ക് ലവും കിട്ടത്തില്ല. അപ്പം ആ ഒരു ഓരോ പേഴ്സണാലിറ്റിയിലും വ്യത്യാസമുണ്ട്. അപ്പം ഈ ഒരു ട്രസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം, അപ്പം അതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഈഗോ ഒരു വലിയ വിഷയം. ഓക്കെ, അപ്പം അതിനാണ് നമ്മുടെ എനർജി. അപ്പം എനർജി 3 കാര്യങ്ങളാണ്. ഒന്ന് നമ്മുടെ ഇമോഷൻസ്. അപ്പം നമ്മളെ ഇമോഷണലി എത്ര ബാലൻസ്ഡ് ആണ്, അല്ലെങ്കിൽ ഇമോഷണലി നമ്മൾ എത്ര മച്ചുവേർഡാണ്, അല്ലെങ്കിൽ പറയും ഇമോഷണൽ ഇൻ്റലിജൻസ്. ഇപ്പം നമ്മൾ പണ്ടൊക്കെ പറയും നമ്മൾ ഹൈ IQ വേണമെന്ന് പറയും നമുക്ക് പഠിത്തത്തിൽ, അല്ലെങ്കിൽ അക്കാഡമിക്കിൽ ഹൈ IQ. പക്ഷേ ഇപ്പം മറ്റു കുറേ ഇൻ്റലിജൻസ് ഉണ്ട്, അതായത് ഇമോഷണൽ IQ, ഇമോഷണൽ ക്വോഷ്യൻ്റ് എന്ന് പറയും. അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ ഇൻ്റലിജൻ്റ് ആയിരിക്കണം, അതുപോലെ തന്നെ ഇമോഷണലി ഇൻ്റലിജൻ്റ് ആയിരിക്കണം. പ്ലസ് നമ്മൾ മാത്രം ഇൻ്റലിജൻ്റ് ആകാൻ പോരാ, നമ്മുടെ സൊസൈറ്റിയിൽ നമ്മൾ ഇൻട്രാക്ഷൻ, നമ്മൾ കണക്ഷൻ ഉണ്ട്. അപ്പോൾ ആ കണക്ഷനിൽ നമുക്ക് സോഷ്യൽ ഇൻ്റലിജൻസും വേണം. അതാണ് പുതിയ സ്റ്റഡി. കറക്റ്റ്, സോഷ്യൽ ഇൻ്റലിജൻസ് വേണം. അതാണ് മെയിൻ ആയിട്ട് അവർ പറയുന്നത്. നമ്മൾ ഏത് ഗ്രൂപ്പിലാണോ നമ്മൾ അതേപോലെ ആയിരിക്കും പറയുന്നത്, അല്ലേ? നമ്മൾ ബോധപൂർവ്വം ഉണ്ടാക്കുകയും ചെയ്യണം, അല്ലേ? നമ്മുടെ ബന്ധങ്ങൾ. അതെ. അപ്പോൾ ഈ ഒരു ഇതിൽ ഇമോഷൻ, നമ്മുടെ എനർജി ചെയ്യുന്ന ഒന്ന് ഇമോഷൻ. അപ്പോൾ ഇമോഷണൽ ഫ്ലക്ച്വേഷൻസ് ചിലപ്പോൾ നമ്മളിലുള്ള ആ ഒരു ഇല്ലായ്മ, പോരായ്മ നമ്മുടെ ഇമോഷനെ ബാധിക്കാം. അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഏതെങ്കിലും സമയം ഉണ്ടായ ലോസ് നമുക്ക് നമ്മുടെ ഇമോഷനെ ബാധിക്കാം. അല്ലെങ്കിൽ അപ്പോൾ അതിന് ഒരു ട്രോമ നമ്മുടെ ലൈഫിലുണ്ടായിരിക്കാം. അപ്പോൾ ഈ ഒരു ട്രോമ ഒക്കെ ക്ലിയർ ചെയ്തില്ലെങ്കിൽ നമുക്ക് ഇമോഷണലി ബാലൻസ്ഡ് ആകാൻ പറ്റത്തില്ല. അപ്പോൾ അതാണ് നമ്മുടെ ഇമോഷൻ. അടുത്താണ് ഈഗോ. നമുക്കൊരു മിനിമം ഈഗോ വേണം. പക്ഷേ വെൻ ദാറ്റ് ഈഗോ ഗോസ് ഇൻ ടു ദ ഹൈ, ഞാനാണ് എല്ലാം, അല്ലെങ്കിൽ ഞാൻ വിചാരിക്കും അപ്പം എൻ്റെ റൂളാണ് ഇത്, അപ്പം ഞാൻ ആ ഒരു ടോട്ടലി സെൽഫിഷ് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ എനർജി വ്യത്യാസമാകും. അപ്പോൾ ആലോചിച്ച് നോക്കി, ഞാനാണ് എല്ലാം എന്ന് വെച്ച് വരുമ്പോഴത്തേക്കും മറ്റൊരാൾ അടിമയാണ്. അപ്പം അതുപോലെ തന്നെ അവന് വാല്യൂ ഇല്ലാതെ പോകും. അവൻ്റെ ജീവിതത്തിൽ വാല്യൂ ഇല്ല, അവന് വില ഇല്ലാതെ വരുമ്പോൾ എങ്ങനെ റെസ്പെക്ട് ചെയ്യാൻ പറ്റും, എങ്ങനെ ലവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പം അതാണ് അടുത്ത ഈ എനർജിയിലുള്ള വ്യത്യാസം. പിന്നെയാണ് അടുത്താണ് എക്സ്പെക്ടേഷൻ. നമ്മുടെ എനർജി മാനേജ് ചെയ്യാൻ ഇപ്പം നമ്മുടെ റിലേഷൻഷിപ്പിൽ വേറൊരു സംഭവമാണ്, നമുക്കൊരു അട്രാക്ഷൻ വേണം. അപ്പോൾ അതാണ് പൊളാരിറ്റി എന്ന് പറയും. അപ്പം നമ്മുടെ നെഗറ്റീവും പോസിറ്റീവും, ഒരു മാഗ്നറ്റിന് നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്. അപ്പോൾ ആ ഒരു നെഗറ്റീവും പോസിറ്റീവ് എല്ലാം പോസിറ്റീവ് ആണെങ്കിൽ അട്രാക്ഷൻ ഇല്ല, ഒരു ചലഞ്ച് ഇല്ല, ഒരു അഡ്വഞ്ചർ ഇല്ല, നമുക്ക് ലൈഫിനൊരു രസമില്ല. അപ്പോൾ ആ ഒരു മീൻസ്
റിലേഷൻഷിപ്പിനും ആ ഒരു ഓപ്പോസിറ്റ് പോളാരിറ്റി ഉണ്ട്. അങ്ങനെയാണ്. അപ്പൊ നമ്മൾ പറയും നാച്ചുറലി അങ്ങനെയാണ്. അതങ്ങനെ വേണം. അങ്ങനെ ഇല്ലെങ്കിൽ അപ്പൊ നമ്മൾ വലത് കൈയും നമുക്ക് ചേർത്ത് വെക്കാൻ പറ്റത്തില്ല. അപ്പൊ അതാണ് എൻ്റെ ഒരു മാരേജ് കോഴ്സിൽ പഠിപ്പിക്കുമ്പോൾ പറയുന്നു അതാണ്. നമ്മളൊക്കെ എല്ലാവരും പറയും നമുക്ക് ഇഷ്ടമുള്ള എന്നെ പോലെയുള്ള ആൾ വേണമെന്ന് പറയും. പക്ഷെ ഇറ്റ് ഡസന്റ് മാച്ച്. അതെന്ന് വെച്ചാൽ ആ ഒരു ഓപ്പോസിറ്റ് അട്രാക്ഷൻ ഉണ്ടാകത്തില്ല. അപ്പൊ എല്ലാം സെയിം ആണെങ്കിൽ ഞാൻ നീ ഏട്ടന വ്യത്യാസം. പക്ഷെ ഒരു രീതിയിൽ ഓക്കെ ആണ്. പക്ഷെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ഓപ്പോസിറ്റ് പോളാരിറ്റി അട്രാക്ഷൻ നമുക്ക് വേണം. അല്ലെങ്കിൽ ആ ഒരു അട്രാക്ഷൻ വന്നാലേ നമുക്ക് ആ ഒരു അപ്രീസിയേഷൻ നമ്മൾ ഗ്രോ ചെയ്യുള്ളൂ. നമ്മൾ ഗ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ വേണം അല്ലേ. നമുക്ക് ഗ്രോത്ത് വേണം, അല്ലെങ്കിൽ എക്സ്പാൻഷൻ വേണം. അതുപോലെ തന്നെ ആ ഒരു കണക്ഷൻ, ഒരു അട്രാക്ഷൻ നിൽക്കുമ്പോൾ നമുക്ക് കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കൂടുതൽ റെസ്പെക്ട് ചെയ്യാൻ പറ്റും, കൂടുതൽ ലവ് ചെയ്യാൻ പറ്റും. അജയ്, ഇപ്പോൾ ഒരു കാര്യം ചോദിക്കാനുള്ളത്, നമ്മളിപ്പോൾ മീഡിയ എന്തുമാത്രം നമ്മുടെ ഫാമിലി ലൈഫിനെ ബാധിക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിലാണ്. പലപ്പോഴും മീഡിയ നമ്മുടെ ഇക്വാലിറ്റിക്ക് വേണ്ടിയാണ് വാദിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പുറത്ത് വരുന്ന ആൾക്കാരിൽ കൂടുതലും നേഴ്സുമാരായിട്ടുള്ള ഫാമിലികളുടെ കാര്യം പറയുന്നത്, അല്ലാതെയുള്ള ഫാമിലികളുടെ കേസല്ല പറയുന്നത്. അവിടെ മിക്കവാറും സ്ത്രീകളായിട്ടുള്ള ആൾക്കാരായിരിക്കും കൂടുതൽ ഏൺ ചെയ്യുന്നത്. അപ്പോൾ അവർ ഭർത്താക്കന്മാർ ചിലപ്പോൾ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ഭാര്യമാർ അവരാണ് കൂടുതൽ ഏൺ ചെയ്യുന്നത്. അതുകൊണ്ട് അവർക്ക് കൂടുതൽ അധികാരം വേണം എന്നും പറഞ്ഞുകൊണ്ട് ഭർത്താക്കന്മാരെ ഇൻസൾട്ട് ചെയ്യാറുണ്ടോ, അതോ അവരെ ഹർട്ട് ചെയ്യാറുണ്ടോ? പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കാറുണ്ട്. അത് ഫാമിലി എന്തുമാത്രം ബാധിക്കുന്നു? അല്ലെങ്കിൽ എനിക്ക് എന്താ പറയുന്നത്, ചെറിയൊരു തർക്കം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പോലും അപ്പം തന്നെ അതിനൊരു ലീഗലായിട്ടുള്ള ആക്ഷൻ എടുക്കാനായിട്ട് പലരും മുതിരാറുണ്ട്. അപ്പം അതിൻ്റെ വരാഴികൾ കാണാതെ, ഒരു ദീർഘവീക്ഷണമില്ലാതെ ഇപ്പം ആ പ്രശ്നം സോൾവ് ചെയ്ത് അതൊരു എന്താണ്, ഞാൻ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വലിയൊരാളായി, അല്ലെങ്കിൽ മീൻസ് എന്താ പറയുക, ഞാൻ വെൽ എഡ്യൂക്കേറ്റഡ് ഒരു മോഡേൺ ആളായി എന്നൊരു തോന്നൽ പലരിലേക്കും ഈ മീഡിയയുടെ തെറ്റായിട്ടുള്ള ഇൻ്റർപ്രിറ്റേഷൻ കൊണ്ട് സംഭവിക്കാറുണ്ടോ? മീഡിയ ഒബ്വിയസ്ലി ഇപ്പോഴത്തെ സമയത്ത് അത് നമ്മളെ ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ബേസിക്കായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിലേക്കാണ് പറയുന്നത്. അതായത് നമ്മൾ മീഡിയയിൽ നമ്മൾ ഓരോന്ന് കാണുന്നു. അപ്പോൾ ആ ഒരു കാണുന്നതനുസരിച്ച് നമ്മൾ കമ്പയർ ചെയ്യണം. അതെ. അപ്പോൾ ആ ഒരു കമ്പാരിസൺ ചെയ്യുന്നു. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉള്ളവർ മറ്റുള്ളവർ ചെയ്യുന്നതനുസരിച്ച് നമ്മൾ ചെയ്യുമ്പം വീണ്ടും നമ്മളെ ആ ഒരു ഗ്രൂപ്പിൽ പെടുന്നില്ല, നമ്മൾ ആ ഒരു ഇതുമായിട്ടുള്ള ബിലോങ്ങിങ് ഇല്ല. അതാണ് പിന്നെ മീഡിയയിൽ ഇതൊക്കെ ഇങ്ങനെ ഓരോരുത്തർ ഇത് ചെയ്യുന്ന സമയത്ത് അവരാണ് സക്സസ്ഫുൾ, അവർ നല്ല ഹാപ്പിയാണ്. ആ ഒരു ഫോട്ടോയും നല്ല സ്മൈലോ, നമ്മളെപ്പോഴും ഒരു ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ ഇടുമ്പോൾ ഏറ്റവും നമുക്ക് ചിരിച്ച് നല്ല ഫോട്ടോ ആയിരിക്കും ഇടുന്നത്, ഏറ്റവും സന്തോഷകരമായിട്ടുള്ള. അതുപോലെ അങ്ങനെ ആ ഒരു ക്ലിക്ക് കിട്ടണമെങ്കിൽ ചിലപ്പോൾ പല ക്ലിക്കുകളിൽ ഒന്നായിരിക്കും. അതെ. പക്ഷെ നമ്മൾ വേറൊരാളത് കാണുന്ന സമയത്ത് അവർ ആ ഒരു മൊമെന്റ് മാത്രമേ, ആ ഒറ്റ ക്ലിക്കിലുള്ള മൊമെന്റിലുള്ള ഇത് മാത്രമേ ഇത് അതിന്റെ ഇമോഷൻസേ ഇത് ചെയ്യാന്നുള്ളൂ. അപ്പം എന്ന് പറയുന്നത് ഇതിലാണ് അപ്പം നമ്മുടെ ഇമോഷണൽ മെച്യൂരിറ്റി എന്ന് വരുന്ന സംഭവം വരുന്നത്. അപ്പം നമ്മളത് എത്രത്തോളം നമ്മളത് മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ ഇതിന്റെ ഉള്ളിലുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല. അപ്പോൾ അതുപോലെ ആ സമയത്ത് നമ്മൾ വീണ്ടും ചെറുതാവുകയാണ് ചെയ്യുന്നത്. അപ്പം അവർക്കതുണ്ട്, അവരത് കാണിക്കുന്നുണ്ട്, അതാണ് നല്ലത്, അവർ സന്തോഷമാണ്. ഞാൻ സന്തോഷമല്ല, എൻ്റെ ജീവിതത്തിൽ പ്രോബ്ലം ആണ്. പക്ഷെ ഞാൻ അവിടെ എത്തിയാലേ അതുപോലെ ആകാൻ വേണ്ടി ഞാൻ ശ്രമിക്കുമ്പോഴാണ് പ്രോബ്ലം. അപ്പൊ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആയിരിക്കുന്ന പോലെ എനിക്ക് ആകാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും നമുക്ക് സന്തോഷം ഉണ്ടാകത്തില്ല. അതുപോലെ നമ്മുടെ ഫാമിലിയിലും ഉണ്ടാകത്തില്ല. അപ്പം വീണ്ടും നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ പറ്റുന്നില്ല, നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, നമ്മുടെ വാല്യൂ നമ്മൾ കുറയ്ക്കുകയാണ്. അതുപോലെ തന്നെ ചിലപ്പം എൻ്റെ ആഗ്രഹം അതുപോലെ ആകാനായിരിക്കാം. അപ്പം ഇതിങ്ങനെ കാണുന്ന സമയമനുസരിച്ച് എൻ്റെ ആഗ്രഹത്തിൽ എത്താൻ എൻ്റെ അതുമായിട്ട് ഉള്ള ഗ്യാപ്പ് കൂടിക്കൂടുകയും വരും ചെയ്യും. എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ ഉള്ള അവസ്ഥയിൽ നിന്നും താഴോട്ട് പോവാണ്. എന്ന് വെച്ചാൽ അവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ ഒത്തിരി താഴെയാണ്. വീണ്ടും ഫ്രസ്ട്രേറ്റഡ് ആകും. അപ്പം നമ്മൾ ടോട്ടലി ഹാപ്പിയാകും. അപ്പം ഉള്ളത് തന്നെ കുറഞ്ഞു പോകും. അപ്പൊ അവിടെയാണ് അപ്പൊ ആ ഒരു വീണ്ടും കമ്പാരിസൺ വരും. ഇപ്പൊ ഞാൻ ഇടയ്ക്ക് ഇപ്പം ഇതുപോലെ വാർഡിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ ഇങ്ങനെ സംസാരിച്ചു ഈ ഒരു കമ്പാരിസൺ ഇതെന്ന് പറയുന്നത്. അപ്പം സാധാരണ ജോലിയുള്ള ഒരാൾ നേഴ്സും ഇതുള്ള ആൾക്കാർ, അപ്പം വാർഡിലുള്ള മീൻസ് ഒരാൾ
രണ്ടാമത്തെ വീടാണോ ഇതാണോ അല്ല വലിയ വീട് വാങ്ങിച്ചു, അതായത് 1.2 മില്യൺ വീട് വാങ്ങിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ച് ഇവരെല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മിനിമം 2-3 ആഴ്ച അല്ലെങ്കിൽ മാസമോ കഴിഞ്ഞിട്ട് 1-2 മാസം കഴിഞ്ഞപ്പോൾ അടുത്ത ആൾ 1.5 മില്യൺ വീട് വാങ്ങിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും 1 മാസമോ 2 മാസമോ കഴിഞ്ഞപ്പോൾ അടുത്ത ആൾ 1.7 മില്യൺ വീട് വാങ്ങിച്ചു. അപ്പം അപ്പം ഇതിന് പറയും സ്നോബോൾ എഫക്റ്റ് എന്ന് പറയും. അതായത് ഒരാൾ വാങ്ങിച്ചു, അപ്പൊ പിന്നെ എനിക്കില്ല, അപ്പൊ എനിക്കും പറ്റൂലേ, അവൾക്ക് പറ്റും, അടുത്ത ആൾക്ക് പറ്റുമെങ്കിൽ എനിക്കും പറ്റില്ല. അപ്പൊ നമ്മൾ ആ ഒരു കമ്പാരിസൺ അല്ലെങ്കിൽ ഒരു കോമ്പറ്റീഷൻ അല്ലെങ്കിൽ അവർക്കൊണ്ട് അപ്പം എനിക്കും അതുപോലെ ആയിക്കൂടെ എന്നുള്ള ആ ഒരു ബിലോങ്ങിങ്, ആ ഒരു ഗ്രൂപ്പും ഇതിൽ എത്താൻ വേണ്ടിയുള്ള, അല്ലെങ്കിൽ എനിക്ക് പോരായ്മയാണ് അതുകൊണ്ട് എനിക്കും വേണം എന്നുള്ള രീതിയിൽ നമ്മൾ അങ്ങനെ പോകും. അപ്പം അത് നമ്മൾ ചിലപ്പോൾ നമുക്ക് ആവശ്യമില്ലായിരിക്കാം. ഇപ്പം നമുക്ക് നമ്മുടെ ഫാമിലിയിൽ അത് വലിയ ആവശ്യമില്ലായിരിക്കും. ചിലപ്പം ഒരു വീട്ടിൽ ഒരു കൊച്ചുള്ളായിരിക്കും, അവർക്ക് ഇതിൻ്റെ ആവശ്യം വരത്തില്ല. അപ്പം അവരുടെ ഫാമിലീസിൽ ഇപ്പം അവരുടെ പിള്ളേർക്കുള്ള പ്രയോറിറ്റീസ് വ്യത്യാസമായിരിക്കാം. അപ്പോൾ ആ പ്രയോറിറ്റീസിൽ നിന്നും ഇത് ചെയ്യാതെ നമ്മൾ വേറെ ഈ ഒരു നോർമൽ ആയിട്ടുള്ള കോമ്പറ്റീഷനും കമ്പാരിസനും അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിലെത്താനുള്ള, അല്ലെങ്കിൽ ഞാനും സക്സസ്ഫുൾ ആണ് എന്നുള്ള ഇതിലെത്താൻ വേണ്ടിയുള്ള ഇതിലാണ് പോകുന്നത്. വീട് കാര്യം പറഞ്ഞാൽ വേറെ കാര്യങ്ങൾ പറയാം കേട്ടോ. അതൊരു ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പകരം അജയ് പറഞ്ഞില്ലേ, അതിൻ്റെ ഗണത്തിൽ വരുമെന്ന് തോന്നുന്നു അല്ലേ പലപ്പോഴുമായിട്ട്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമുക്ക് പലപ്പോഴും വലിയ വീട് കാണുമ്പം അത്ര എത്താനായിട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ ഒരു പുതിയ നല്ല വൃത്തിയുള്ള അടിപൊളിയായിട്ടുള്ള വീട് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നാറുണ്ട് ഇല്ലേ. അപ്പം ഈ സന്തോഷം തോന്നുമ്പം അതും നമുക്കൊരു ഇമോഷണൽ ഫീലിംഗ് തന്നെയാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ അത് നമുക്ക് എന്തുമാത്രം ആവശ്യമുണ്ട്, അത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ എന്നിട്ട് ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ ഘടകമാകുന്നില്ലേ? അത് ഒന്നാണ്, അത് നമ്മുടെ ഇമോഷണൽ ഇൻ്റലിജൻസ് ഒന്ന്. അപ്പം നമുക്ക് അതും കണ്ടിന്യൂ ചെയ്യാം. പക്ഷെ നമ്മുടെ ലൈഫിൽ പല ആസ്പെക്റ്റുകളുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ഇപ്പം ഈ പറഞ്ഞ ഇമോഷണൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ നമുക്ക് എന്തും അച്ചീവ് ചെയ്യാം. പക്ഷെ നമ്മൾ ഹൈലി നമുക്ക് അതിന് പറയും റെസിലിയൻസ് എന്ന് പറയും. നമുക്ക് എന്തും താങ്ങാനുള്ള ശക്തി അത് ആദ്യം വേണം. അതിങ്ങനെ പോയാലും താഴെ പോയാലും അല്ലെങ്കിൽ മേഴി പോയാലും നമുക്ക് ആ ഒരു സെൻട്രൽ പോയിന്റിൽ നമുക്ക് നിൽക്കാനുള്ള മെച്യൂരിറ്റി ഉണ്ട്. അല്ലെങ്കിൽ എനിക്ക് ആ ഒരു പെർസീവറൻസ് ഉള്ള ഒരു പെർസ്പെക്റ്റീവ്സ് നമുക്ക് വേണം. അതൊന്ന്. പിന്നെ അതനുസരിച്ചുള്ള സ്കില്ല് വേണം നമുക്ക്. അപ്പം അതിനാണ് നമ്മുടെ സ്കിൽ അസസ്മെന്റ് നമ്മൾ ചെയ്യണം, അല്ലെങ്കിൽ സ്കില്ല് ചെയ്യാനുള്ള എഡ്യൂക്കേഷൻ നമ്മൾ ചെയ്യണം. അപ്പം അതിന് പറയുന്ന 3 കാര്യങ്ങൾ. അതായത് നമ്മൾ മാസ്റ്ററി ചെയ്യണം. അപ്പം നമ്മൾ എന്തിലാണോ നമുക്ക് മീൻസ് കേപ്പബിലിറ്റി അല്ലെങ്കിൽ നമ്മുടെ സ്കിൽസ് ഇല്ലാത്തത്, അപ്പോൾ അതിനുള്ള സ്കിൽസ് നമ്മൾ ഇത് ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് മൊമെൻറ്റം വേണം, നമ്മുടെ ലൈഫിൽ ഫ്ലോ വേണം. അപ്പോൾ അതായത് നമുക്കൊരു ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ് ഉണ്ട്. ആ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ് നമ്മുടെ പൊസഷൻസ് മാത്രമല്ല. അപ്പോൾ നമുക്ക് ലൈഫ് സ്റ്റൈൽ വേണം, അതുപോലെ തന്നെ നമുക്ക് ക്യാഷ് ഫ്ലോ വേണം, അതുപോലെ തന്നെ നമ്മുടെ ഡെയിലി റൊട്ടീൻ കാര്യങ്ങൾ ചെയ്യാനുള്ളത് വേണം, അതൊക്കെ നമ്മുടെ ഹെൽത്ത് വേണം. അപ്പോൾ ഇതെല്ലാം ഈസ് ഇറ്റ് മാച്ചിങ് ടു വാട്ട് യു ആർ ഡൂയിങ്. അപ്പോൾ നമുക്ക് അതെന്ന് പറയും ക്വാളിറ്റി വേഴ്സസ് ക്വാണ്ടിറ്റി. നമുക്ക് എല്ലാം ഒത്തിരി ഉണ്ടായിട്ട് കാര്യമില്ല, പക്ഷേ ഉള്ളതിൽ നമുക്ക് യു ക്യാൻ ഹാവ് എ ക്വാളിറ്റി. അപ്പോൾ ആ ഒരു ക്വാളിറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണമെങ്കിൽ ഇമോഷണലി നമ്മൾ ഫിറ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ ഇമോഷണൽ റെസിലിയൻസ് വേണം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ജനറൽ IQ വേണം. അതുപോലെ തന്നെ സോഷ്യൽ ഇൻ്റലിജൻസ് വേണം. ഇപ്പം നമുക്ക് ഈ ഒരു കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ഡ്രീമിലേക്ക് എത്താം. അപ്പം പക്ഷേ നമ്മൾ കൺസിഡറിങ് അവർ ചിൽഡ്രൻസ്. ഇപ്പം ഞാൻ ഒരു സംസാരം കേട്ടതാണ്. ഇപ്പം ഇപ്പം എൻ്റെ മനസ്സിലേക്ക് അപ്പം എൻ്റെ പയ്യൻ സോക്കർ കളിക്കുന്നുണ്ട്. അപ്പം ചില ആഴ്ചകളിൽ ഇപ്പോൾ കാറ്റഗറിസൺ പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ പറഞ്ഞു, നിനക്കിത് പോകാൻ പറ്റുന്നുണ്ടല്ലോ, നിന്നെ ഇത് അനുവദിക്കുന്നുണ്ടല്ലോ എന്നുള്ള സംസാരം കേട്ടു. അപ്പം എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ഇപ്പം പാരൻസായ നമുക്ക് ആഗ്രഹമുണ്ട്, പിള്ളേർക്കുള്ള കുറച്ച് ആഗ്രഹങ്ങളുണ്ട്. അപ്പം ഒരു ഫാമിലിയിൽ are we satisfying? At least we are also giving some portion of their dream to come true also. അപ്പം ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയാണ് നമ്മുടെ പ്രയോറിറ്റീസ് നമ്മുടെ ലൈഫ് ലീഡ് ചെയ്യുമ്പോൾ. അപ്പം ഇത് അല്ലെങ്കിൽ നമ്മൾ
ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒറ്റയാൾ ജീവിതം. ചിലപ്പം ഞാൻ ഇതുപോലെ തന്നെ എൻ്റെ ഒരു ക്ലയൻറ്റിൻ്റെ എക്സ്പീരിയൻസ് അനുസരിച്ച് മനസ്സിലായി ആ ഒരു കോൺവെർസേഷനിൽ വന്ന ഇതിലാണ്. അതായത് ഹസ്ബൻഡ് ഒരു പരിധി കഴിഞ്ഞ് ഒരു പൈസ പോലും ഒരു ലിമിറ്റേഷൻ വെച്ചിട്ടുണ്ട്. ആ ലിമിറ്റേഷൻ അത് പോയാൽ വേറെ ഒന്നും സ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെയുള്ള നമ്മൾ ലിമിറ്റ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും കൺജസ്റ്റഡ് ആണ്, നമുക്ക് ആ ഒരു സ്ട്രെസ്സാണ്. അപ്പം അതേക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും, എങ്ങനെ അതിനകത്ത് നിൽക്കാം, വേറെ ഒന്നിനെ കൂടെ നമുക്ക് ചിന്തിക്കാൻ സമയമില്ല. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വെളിയിൽ പോകാൻ പറ്റത്തില്ല. ഇപ്പം നമ്മൾ ആലോചിക്കുക, അതിനൊരു സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾ പറയുന്നത്, ഇപ്പം നമ്മളൊരു റൂമിൽ ഇപ്പം നമ്മൾ നിൽക്കുവാണ്. അപ്പം അതാണ് നമ്മുടെ ബൗണ്ടറി. നമ്മളൊരു ബൗണ്ടറി കെട്ടി അതിനകത്ത് നിൽക്കുമ്പം അതിൻ്റെ അങ്ങേപ്പുറത്തുള്ള എല്ലാം നമുക്ക് മിസ്സിങ്ങാണ്. എന്ന് വെച്ചാൽ അപ്പം മിസ്സിങ് ആയതുകൊണ്ട് നമുക്ക് ലാക്കാം, നമുക്ക് സ്കേഴ്സിറ്റിയാണ്. അതില്ലാത്തത് കൊണ്ടുള്ള ഫ്രസ്ട്രേഷൻ അതുപോലെ തന്നെ അത് അപ്പുറത്ത് ഉള്ളത് നമുക്ക് നഷ്ടപ്പെട്ടുകയും ചെയ്തു. അത് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. അവിടെ ഉള്ളതൊക്കെ നമുക്ക് നഷ്ടമാണ്. അതുപോലെ തന്നെ നമുക്കിതെല്ലാം ലിമിറ്റുമാണ്. അപ്പോൾ ഈ ഒരു ഇതിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് വേറൊരു ജീവിതം ഇല്ല. അപ്പം ആ ലിമിറ്റിൽ ജീവിക്കുമ്പം നമ്മളെ ചിലപ്പോൾ സ്നേഹിക്കാൻ പറ്റത്തില്ല, നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് വാല്യൂ ഇല്ലാതെ വരുന്ന സാധനം. അങ്ങനെയാണ് നമ്മൾ ഒരു മീൻസ് ഈ ഒരു ഫർദറായിട്ടുള്ള അപ്പം ഓസ്ട്രേലിയയിലെ മീൻസ് 2022 സ്റ്റഡി അനുസരിച്ച് ഏറ്റവും നമ്മൾ 6 ഒരാളെടുത്താൽ അവർക്കൊരു മെൻ്റൽ ഹെൽത്ത് ആയിട്ടുള്ള ഇഷ്യൂ മീൻസ് ദേ ഗോൺ ത്രൂ. അപ്പോൾ അതുപോലെ അതിൽ 3 കാര്യങ്ങളാണ് ഏറ്റവും ഹൈ ആയിട്ട് വന്നത്, മീൻസ് അതായത് കൂടുതലായിട്ട് കണ്ടത്. 1 ആൻസൈറ്റി, 2 അതുപോലെ തന്നെ ഡിപ്രഷൻ അല്ലെങ്കിൽ മൂഡ് ഡിസോർഡേഴ്സ്, 3 അഡിക്ഷൻസ്. അപ്പോൾ ഈ ഒരു ഇതിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഇന്റേണലി ആയിട്ട് ഹാപ്പി അല്ല. അപ്പോൾ ഒന്നെങ്കിൽ നമ്മൾ അതിൽ ഇങ്ങനെ ആ ഒരു സ്ട്രെസ്സിൽ ആൻസൈറ്റിയിൽ ഇങ്ങനെ ലൈഫ് ലീഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇതൊക്കെ പോയി, എനിക്കൊരു രക്ഷയില്ല. അപ്പം നമ്മളൊരു ഡാർക്ക് മോഡിലേക്ക് പോകണം. അപ്പോൾ ആ ഡാർക്ക് മോഡിൽ നമ്മൾ നേരത്തെ പറഞ്ഞാലേ നമ്മൾ പിള്ളേർ വിത്ഡ്രോ ചെയ്യുന്നു. ആ വിത്ഡ്രോ ചെയ്തു അല്ലെങ്കിൽ ഫുള്ളി ഇൻട്രോവേർട്ടഡ് ആയി മറ്റുള്ള ആൾക്കാരെ ഇൻട്രാക്ട് ചെയ്യാതെ നമ്മളിങ്ങനെ ജീവിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു അഡിക്ഷൻസ് ആയിരിക്കാം. അപ്പം ആ ഒരു പെയിൻ ടു പ്ലഷർ, ആ ഒരു പെയിൻ ടു പ്ലഷർ പ്രോസസ്സിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ അതിൽ മാത്രം ഫോക്കസ് ചെയ്ത് അതിൽ അറ്റാച്ച് ചെയ്ത് നമുക്ക് കംഫർട്ടായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്ത് നമ്മൾ പോകും. അതെ. പിന്നെ മറ്റു കാര്യം ചോദിക്കുന്നത്, കുടുംബകലങ്ങളിൽ പ്രധാനമായിട്ടൊരു സംഭവം നമ്മൾ കാണുന്നത് മദ്യപാനമാണ്. അത് പല ആൾക്കാരും വിവാഹത്തിന് മുമ്പ് തൊട്ട് തന്നെ മദ്യം കഴിക്കുന്നവരാണ്. പക്ഷേ ചില ആൾക്കാർ വിവാഹത്തിന് ശേഷം മദ്യം കഴിക്കാൻ തുടങ്ങിയവരുമുണ്ട്. കൂടുതലും ആൾക്കാർ വിവാഹത്തിന് ശേഷം അമിത മദ്യം കഴിക്കുന്ന ആൾക്കാരായി മാറും. അങ്ങനെയാണ് കുടുംബകലഹത്തിലേക്ക് ഇത് വരുന്നത്, അല്ലേ? അതെന്തുകൊണ്ടാണ് ഇങ്ങനെ മദ്യപാനം കൂടാൻ കാര്യം വിവാഹ ജീവിതത്തിൽ? മദ്യപാനം കൂടാൻ കാര്യം എന്ന് വെച്ചാൽ ഇപ്പം ഈ പറഞ്ഞ എല്ലാവർക്കും വേറൊരു മീൻസ് നമ്മൾ നേരത്തെ പറഞ്ഞ ലവും അപ്രിസിയേഷനും വർത്തും ഉണ്ട്. അപ്പം അത് മീറ്റ് ചെയ്തില്ലെങ്കിൽ വേറൊരു പ്രോബ്ലം മീൻസ് ഇത് എപ്പോഴും നമുക്ക് ആ ഒരു പ്ലഷറിലേക്ക് പോകാനുള്ള ഇതുണ്ട്. അതൊന്ന്. 2, എല്ലാവരും അവരവരുടെ ഇൻഡിവിജ്വാലിറ്റി, നേരത്തെ പറഞ്ഞ ഐഡൻറ്റിറ്റി നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുമായിരിക്കും. അതുപോലെ നമുക്ക് ചിലപ്പോൾ പറയാൻ പറ്റില്ലേ, 2 സ്മോൾ അടിച്ചാൽ അവൻ നന്നായിട്ട് പറയും. അവൻ്റെ സംസാരം ഡിഫറെൻ്റ് ആണ്. എന്തുകൊണ്ടാണ്? അതിനാണ് നമ്മൾ നമുക്ക് കോൺഷ്യസ് മൈൻഡ് ഉണ്ട്, അൺകോൺഷ്യസ് മൈൻഡ് ഉണ്ട്. അപ്പോൾ അൺകോൺഷ്യസ് മൈൻഡിൽ പലതും കിടപ്പുണ്ട്. അതായത് ഈ പറഞ്ഞ പല ട്രോമകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ നമ്മളെ റിജക്ഷൻ, നമ്മുടെ ലൈഫിൽ ഒത്തിരി നമ്മൾ വേറെ റിജക്റ്റ് ചെയ്തിട്ടുണ്ട്, നമുക്ക് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊന്നും നമ്മുടെ നോർമൽ ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഈ ഒറ്റ ഇതിലെ ടിപ്പിൽ എക്സാമ്പിളാണ് നമ്മൾ ഓരോ സാഹചര്യങ്ങളിൽ ഓരോ മാസ്കാണ്. നമ്മൾ ഓരോ മാസ്ക് വെയർ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ ഏറ്റവും ഒരു ഡിയറസ്റ്റ് ഫ്രണ്ടിനോട് നമ്മൾ ബിഹേവ് ചെയ്യുന്ന പോലെ അല്ല നമ്മൾ വേറൊരു സോഷ്യൽ സെറ്റിങ്ങിൽ പോകുമ്പോൾ പെരുമാറും. അതുപോലെ തന്നെ അല്ലെങ്കിൽ നമ്മൾ ജോലി സ്ഥലത്ത് നമ്മൾ ടോട്ടലി ഡിഫറെൻറ്റ് പേഴ്സൺ ആയിരിക്കും. അപ്പം അതിനാണ് നമുക്ക് മാസ്കുകളുണ്ട്, നമ്മൾ ആ ഒരു മാസ്ക് വെയർ ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു മാസ്ക്
ഈ നമ്മളൊരു ഒരു പെഗടിച്ച് കഴിയുമ്പോഴത്തേക്കും ഇതൊക്കെ പോകും. എന്നാന്ന് വെച്ചാൽ നമ്മുടെ ഒറിജിനൽ പുറത്തേക്ക് വരും. അപ്പം ഉള്ളിൽ കിടക്കുന്ന സംഭവങ്ങൾ പതുക്കെ ഇത് പുറത്ത് വരാന്ന് വെച്ചാൽ ആ ഒരു ഫിൽറ്റർ ഉണ്ട്, ആ ഫിൽറ്റർ ഇച്ചിരി കൂടെ ഓപ്പൺ ആകും. അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ നമ്മൾ വളരെ എന്നാണ്ട് വിശേഷം ഒന്നും സുഖം തന്നെ ഇങ്ങനെ പോകണം അതേ ഉള്ളൂ. പക്ഷേ ഡീപ്പായിട്ട് പോകുമ്പോൾ അവരോട് സംസാരിക്കുമ്പോൾ അറിയാം, നമുക്കറിയാം ഇതുപോലെ തന്നെ പെഗടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇതെല്ലാം വരും. ഈ പറഞ്ഞ കഥകളും ഈ പറഞ്ഞ ഡ്രാമകളും നമുക്കുണ്ടായ വിഷമങ്ങളും എല്ലാം വെളി വരും, അല്ലെങ്കിൽ വരത്തില്ല. അപ്പം ഈ നേരത്തെ പറഞ്ഞ നമ്മൾ ഓരോ കാര്യങ്ങളും ഓരോ മനുഷ്യനും ഏറ്റവും ഡീപ്പായിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ ഉള്ള ഒരു കോർ വാല്യൂ ഉണ്ട്. ആ കോർ വാല്യൂ നമ്മൾ സാറ്റിസ്ഫൈ ആകാതെ വരുമ്പോഴും അതിനെ എപ്പോഴും കോൺഫ്ലിക്റ്റ് ആയിട്ട് വരുമ്പോഴും ചലഞ്ചിങ് ആയിട്ട് നമ്മൾ ലൈഫ് ലീഡ് ചെയ്യുമ്പം അപ്പോൾ ഇതൊക്കെയാണ് അതിലേക്ക് എത്താനുള്ള ഒരു മാർഗം. അതായത് മെയിനായിട്ട് ഇപ്പം ഭാര്യയെ കുറ്റം പറഞ്ഞാലും ഭാര്യയെ കുറ്റം പറയുന്നതല്ല ഒരാൾ മദ്യപിക്കാനുള്ള കാരണം. അല്ലേ അപ്പം നമ്മൾ പലപ്പോഴും അങ്ങനെയാണ് കേൾക്കാറുള്ളത് ഇല്ലേ? അവൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് അതുകൊണ്ടാണ് ഞാൻ മദ്യപിക്കുന്നത്. ശരിക്കും അതല്ല വിഷയം. പക്ഷേ ഈ ഉപബോധ മനസ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുമോ? അത് നമുക്ക് സ്വയം ചേഞ്ച് ചെയ്യാൻ സാധിക്കുമോ, അതോ നമ്മൾ മറ്റൊരാളുടെ ഹെൽപ്പ് സ്വീകരിക്കുന്നതാണോ എപ്പോഴും നല്ലത്? നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് രണ്ട് തരത്തിലാണ്. ഒന്ന് ലോജിക്കൽ, അതായത് നമ്മുടെ ഹെഡ്, നമ്മുടെ ബ്രെയിൻ. അപ്പം അടുത്ത തലമാണ് നമ്മുടെ ഹാർട്ട്. അതിൽ നിന്ന് ഇതാണ് നമ്മുടെ ഗട്ട് ഫീലിംഗ് അല്ലെങ്കിൽ ഇൻറ്റ്യൂട്ടീവ് ഫീലിംഗ് എന്ന് പറയും. അപ്പം ഈ 3 തലങ്ങളിലും നമ്മൾ കണക്ട് ചെയ്ത് വർക്ക് ചെയ്താൽ, അതായത് നമ്മുടെ ബോഡി മൈൻഡ് സോൾ, അപ്പോൾ ഇത് 3ലും കണക്ട് ചെയ്ത് വർക്കാകുമ്പോൾ നമ്മളൊരു ടോട്ടലി ഹോളായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും. അപ്പം ഇതിലുള്ള കോൺഫ്ലിക്റ്റ് വരുന്ന സമയത്ത് നമ്മൾ നോർമലി ഇപ്പം ചില ആൾക്കാരറിയാം, അവർക്ക് കണക്ക് മാത്രമാണ് ഇമ്പോർട്ടൻറ്റ്. ആ കണക്കനുസരിച്ചാണ് ഈ റൂൾ പ്രകാരമാണ് അവരെ ലീഡ് ചെയ്യുന്നത്. പക്ഷേ അത് ഒരു ലോജിക്കലായിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ ഹാർട്ടില്ല, അപ്പോൾ ആ ഒരു കമ്പാഷൻ ഇല്ല, കൈൻഡ്നെസ് ഇല്ല, അതിൽ എംപതി ഇല്ല. അപ്പം മറ്റുള്ളവരുടെ സിറ്റുവേഷൻ എന്താണ് അവരെ മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഈ ഒരു കോൺഫ്ലിക്റ്റ്. അപ്പം അതുപോലെ ആ സിസ്റ്റം എവിടുന്ന് കിട്ടി? ആ സിസ്റ്റം ഇതാണ്. നമ്മളിപ്പം നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസസ്, ഇപ്പം നമ്മളിപ്പം ഞാനായത് എൻ്റെ പാരൻസ്, എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ എഡ്യൂക്കേഷൻ, എൻ്റെ അസോസിയേഷൻ, അല്ലെങ്കിൽ ലൈഫ് എക്സ്പീരിയൻസ്, എൻ്റെ ജോലി സ്ഥലത്ത് നിന്നുള്ള എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ എൻ്റെ റിലീജിയസ് പ്രാക്ടീസ്, അല്ലെങ്കിൽ അതിൻ്റെ സോഷ്യൽ ഇൻട്രാക്ഷൻസ്, ഏതൊക്കെ തരത്തിലുള്ള ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ടു. അപ്പം ഇതെല്ലാം കൂടിയതാണ് ഞാൻ. അപ്പം ഇതിലെല്ലാം പല ടൈമിൽ നമുക്ക് നഷ്ടങ്ങളും നമുക്ക് റിജക്ഷൻസും മറ്റു ഫീലിങ്സുകളും ഉണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ഇമോഷണൽ ബ്ലോക്കുകൾ നമ്മുടെ ലൈഫിലുണ്ട്. അപ്പോൾ ഈ ഇമോഷനുകളെല്ലാം പുറത്തു വരുന്ന സമയമാണ് ഒരു പെഗ് അടിക്കുന്നത്. അപ്പം ഈ ഒരു പെഗ് കഴിക്കുന്ന സമയത്താണ് ഇതൊരു റിലീസ് ചെയ്യുന്നത്. അപ്പം നമ്മൾക്കുണ്ടാകുന്ന ഇമോഷൻസ് റിലീസ് ചെയ്യാൻ പറ്റുന്ന മാർഗമാണ് ഈ ഒരു അഡിക്ഷൻസ്. അപ്പം നമ്മൾ ട്രൂലി കണക്റ്റഡ് ആണ്, നമ്മൾ ഒറിജിനൽ ആണ്, മാസ്ക് ഇല്ല. അപ്പൊ അതാണ് ഇത് ചെയ്യേണ്ടത്. പക്ഷെ അതിനാണ് നമ്മൾ ഇതിന് മനസ്സിലാക്കണം, നമ്മൾ ഇത് ചെയ്യുമ്പം നേരത്തെ പറഞ്ഞ നമ്മുടെ സെക്കൻഡറി ഗെയിൻ, നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നതിന്റെ സെക്കൻഡറി ഗെയിൻ അല്ലെങ്കിൽ നമ്മുടെ ഡീപ് കോർ വാല്യൂ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിലേക്കാണ് എല്ലാവരും എത്തുന്നത്. അതാണ് ഈ സ്നേഹം എന്ന് പറയുന്നത്, പരിഗണന എന്ന് പറയുന്നത്. അല്ല, പരിഗണന അല്ല. അപ്പോൾ അത് ഓരോരുത്തർക്കും നമ്മൾ വാല്യൂ ചെയ്യുന്ന കാര്യങ്ങൾ ഡിഫറെൻ്റ് ആണ്, ഇൻഡിവിജ്വലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം ജിൽസ് യുണീക്കാണ്, ജിൽസിന് ഇൻട്രസ്റ്റ് ഡിഫറെൻ്റ് ആണ്, എൻ്റെ ഇൻട്രസ്റ്റ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് നമ്മൾ ആ ഇൻഡിവിജ്വാലിറ്റി ചിലപ്പോൾ ചിലർ അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പം ജിൽസ് ഇങ്ങനെയാണ് എന്ന് ചിലപ്പോൾ അത് മറ്റുള്ളവർക്ക് പറയാൻ ബുദ്ധിമുട്ടായിരിക്കാം. അപ്പം അതിന് പറയും വൾനറബിലിറ്റി എന്ന് പറയും. നമ്മൾ അത് എക്സ്പ്രസ് ചെയ്യാൻ ചിലപ്പോൾ പറ്റിയിട്ടില്ല. അപ്പോൾ ആ ഒരു അത് ഇമോഷണൽ മച്ചുവറായിട്ട് ഉള്ളവർ, അല്ലെങ്കിൽ ഇമോഷണലായിട്ട് ചില പറയല്ലേ, അവർ വളരെ ഈസി ആയിട്ട് ഞാൻ അങ്ങനെയാണ്, അത് കുഴപ്പമില്ലേ എന്ന് പറയും. അങ്ങനെ പറയാൻ സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടാണ്. അതിൻ്റെ കാരണമുണ്ട്. അപ്പം ഈ ഒരു നമ്മൾ പ്രോപ്പറായിട്ട് എൻ്റെ ഐഡൻറ്റിറ്റി, അപ്പം അല്ലെങ്കിൽ ആ ഒരു ഉള്ള ഐഡൻറ്റിറ്റി എനിക്ക് പുറത്ത് പറയാൻ പറ്റത്തില്ല. അപ്പം
മറ്റുള്ളവർ ഇത് കാണുമ്പോൾ നമ്മുടെ ഐഡന്റിറ്റി വേറെയാണ്. അപ്പോൾ ആ ഒരു ഐഡന്റിറ്റി കോൺഫ്ലിക്റ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഐഡന്റിറ്റി കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമ്പോഴത്തോഴും അപ്പോൾ ആ ഐഡന്റിറ്റി പ്രോപ്പറായി വരുന്ന സമയങ്ങളാണ്. അതുപോലെ നമ്മളിപ്പോൾ ഈ ഒരു അപ്പം ഞാനായിട്ടായി ഞാൻ ഫുള്ളായിട്ട് എൻ്റെ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അതിനാണ്. അതുകൊണ്ടാണ് ഇപ്പം നമുക്കറിയാം മീ ടൈം, അതായത് സെൽഫ് ടൈം, അല്ലെങ്കിൽ ഗേൾസ് ഔട്ടിങ്, മെൻസ് ഔട്ടിങ് എന്ന് വെച്ചാൽ അവർക്ക് അവരുടെ രീതിയിൽ ഇത് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഫീമെയിൽ ബ്രെയിൻ അല്ലെങ്കിൽ മെയിൽ ബ്രെയിൻ അത് രണ്ടും ഡിഫറെൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പം അതിലറിയാൻ പാടില്ല, മനസ്സിലാക്കാനും പാടില്ല. അല്ല മനസ്സിലാക്കി നമുക്ക് പെരുമാറാൻ പറ്റും, മനസ്സിലാക്കണം. ചിലർക്ക് അതിനെക്കുറിച്ച് അവയർനെസ് ഇല്ല. ഇപ്പം നമ്മൾ ആണുങ്ങൾ ബിഹേവ് ചെയ്യുന്നത് അവർക്ക് ഒറ്റ ഫോക്കസ് ആയിരിക്കും. ഒരു കാര്യങ്ങൾ നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ അത് തന്നെയാണ് ഇത്. അതുപോലെ തന്നെ നമ്മൾ ടയേർഡായി നമ്മൾ ഇത് ചെയ്യുമ്പോൾ നമുക്കൊരു സ്പേസ് വേണം. പക്ഷെ ആ സമയത്തായിരിക്കും പെണ്ണുങ്ങൾക്ക് അവർക്ക് കെയർ വേണം. പക്ഷെ ആ ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ ആ ഒരു സ്പേസ് നമുക്ക് കിട്ടാതെ വരുമ്പോഴാണ് നമുക്ക് ആ ഒരു സ്പേസ് കിട്ടുന്നില്ല, നമുക്കൊരു ഇൻഡിപെൻഡൻസ്, നമ്മുടെ ആ ഒരു സെൽഫായിട്ടുള്ള ടൈം നമുക്ക് കിട്ടാതെ വരുമ്പം നമ്മൾ എവിടെ പോണേ, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോകും, അല്ലെങ്കിൽ പബ്ബിൽ പോകും. അപ്പോൾ ആ ഒരു ഇൻഡിവിജ്വൽ സ്പേസ് ഇവിടെ ഇപ്പം പൊതുവെ പുറത്തായാലും ഇപ്പം നാട്ടിലായാലും സോഷ്യലൈസിങ് ഭയങ്കര കുറവാണ്. അതൊരു വലിയ വിഷയമല്ലേ? ഇപ്പം നാട്ടിലാന്ന് വെച്ചാൽ രാവിലെ 8 മണിക്ക് ജോലിക്ക് കയറി കഴിഞ്ഞാൽ രാത്രി 7 മണി 6 മണി 9 മണി വരെ ജോലിയാണ്, 6 ദിവസവും ജോലിയാണ്. നാട്ടിൽ ഇപ്പോൾ 2 പേരും ഭാര്യയും ഭർത്താവും ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റില്ല. ഇവിടുത്തെ അവസ്ഥ അത് തന്നെയാണ്. ഇവിടെ ശരിക്കും ജോലിക്ക് പോകുന്നു, വീട്ടിൽ വരുന്നു, ജോലിക്ക് പോകുന്നു, വീട്ടിൽ വരുന്നു. ശരിക്കും ഈ മൈക്രോ ഫാമിലികൾ അല്ലെങ്കിൽ ഈ ന്യൂക്ലിയർ ഫാമിലികളും ഒരു വലിയ വിഷയം തന്നെയല്ലേ ഇപ്പോൾ? അല്ല, ഇത് വിഷയമാണ്. ഇതാണ് ഇപ്പോഴത്തെ റിയാലിറ്റി. അതിനുവേണ്ടി നമ്മൾ സോഷ്യലൈസിങ്ങിന് കുറച്ചും കൂടെ സമയം കണ്ടെത്തണം. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെറുപ്പത്തിലെ കാര്യം വെച്ചാൽ നമ്മൾ സുഹൃത്തുക്കളുമായിട്ടും ഒക്കെയാണ് നമ്മൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തിരുന്നത്, വീട്ടിലേക്കാളും കൂടുതൽ, അല്ലേ? ഇപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ല. അപ്പം നമ്മുടെ ഇപ്പോഴത്തെ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ക്രിസ്മസ് പാർട്ടി, അല്ലെങ്കിൽ ഈസ്റ്റർ പാർട്ടി, ഓണം പാർട്ടി, അല്ലെങ്കിൽ നമ്മുടെ ബർത്ത്ഡേ, അതുപോലെ തന്നെ നമ്മുടെ മീൻസ് ഇപ്പം പള്ളിയിൽ പോകുന്നവരാണെങ്കിൽ പള്ളിയിലുള്ള ഒരു കമ്മ്യൂണിറ്റി, അല്ലെങ്കിൽ ഇതുപോലെ ബൈക്ക് ക്ലബ്ബോ. അപ്പോൾ അങ്ങനെയാണ്. പക്ഷേ ഈവൻ നാവ് ആ ഒരു ഇതിനുള്ള സമയം നമ്മുടെ എക്സ്പെക്റ്റേഷൻസ് ഹൈ ആണ്. അല്ലെങ്കിൽ നമ്മൾ ഹൈ ആയിട്ടുള്ള ഡിമാൻഡിങ് ആയിട്ടുള്ള ജോലികൾ ചെയ്യുന്നു. അതുപോലെ ഡിമാൻഡിങ് ആയിട്ടുള്ള പൊസഷൻസ് നമ്മൾ അക്വയർ ചെയ്യുന്നു. അതായത് നമുക്കിപ്പം BMW വേണം, അതുപോലെ തന്നെ 2 സ്റ്റോറി ഹൗസ് വേണം, 2 ഇൻവെസ്റ്റ്മെൻറ്റ് ഹൗസ് വേണം. ആ ഒരു പാറ്റേണിലേക്ക് പോകുമ്പോൾ നമ്മൾ വി ആർ ഹാവിങ് എ ഹൈ ഡിമാൻഡ്. അപ്പം നമ്മുടെ കരിയർ, അതുപോലെ തന്നെ നമ്മുടെ ഫിനാൻസ്, അതിലാണ് നമ്മൾ ഹൈ പ്രയോറിറ്റി, നമ്മൾ കൂടുതൽ വാല്യൂ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സോഷ്യൽ സ്കിൽസ് ഇല്ല, അത് സോഷ്യൽ ഇൻട്രാക്ഷന് നമുക്ക് പ്രയോറിറ്റി ഇല്ല. അപ്പോൾ പക്ഷെ നമുക്ക് എക്സ്പോഷർ ചെയ്യാനുള്ള സമയമില്ല. അപ്പോൾ നമ്മൾ ഹൈലി സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ലൈഫാണ് ലീഡ് ചെയ്യുന്നത്. പക്ഷെ അതൊന്ന് റിലീസ് ചെയ്യാനുള്ള സ്പേസ് ഇല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഈ നമ്മുടെ പാർട്ട്നേഴ്സ് തമ്മിലായാലും ഇപ്പം എന്തെങ്കിലും ഒരു ഒന്നാമത് ജോലി സ്ട്രെസ് ആയിരിക്കും, ജോലിക്കകത്ത് ഫുൾ സ്ട്രെസ്, അല്ലാതെ തന്നെ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ നമുക്കത് വലിയ സ്ട്രെസ് ആയിരിക്കും, അത് പിന്നെ വലിയ പ്രോബ്ലം ആവും, അത് വലിയ കോൺഫ്ലിക്റ്റിലേക്ക് പോകും. ശരി, പലപ്പോഴും പ്രശ്നങ്ങളെല്ലാം വളരെ വളരെ മൈന്യൂട്ടായിട്ടുള്ളതാണ്. ചിലപ്പം ചായക്കകത്ത് പഞ്ചസാര കൂടിപ്പോയെന്ന് പറഞ്ഞിട്ടായിരിക്കും തുടങ്ങുന്നത്, എന്ന് അവസാനിക്കുന്നത് മിക്കവാറും എവിടെയാണ്? റബിഷ് ബിന്നിലായിരിക്കും, അല്ലെങ്കിൽ കോട്ടിലാണ്. അതെ, പലപ്പോഴും അങ്ങനെയാണ്. ഇത്രയൊക്കെയാണ് നമുക്ക് ഇതിൽ നിന്ന് പറഞ്ഞതെന്ന് മനസ്സിലായത്. നമ്മൾ മെയിനായിട്ട് നമ്മളിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുക, കൂടുതൽ ടൈം നമുക്കൊരു കുറച്ച് സമയം കണ്ടെത്തുക, നമ്മൾ ആരാന്ന് നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. പല പ്രശ്നങ്ങൾക്കും കാരണം നമ്മുടെ കുടുംബത്തിലെ ആയാലും നമ്മുടെ ആയാലും മെയിനായിട്ട് നമ്മൾ തന്നെയാണത്. അതുകൊണ്ട് നമ്മൾ അതേക്കുറിച്ച് റിലാക്സ് ആയിട്ടിരിക്കുക, അത് നമ്മളെക്കുറിച്ച് റിഫ്ലക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, അതെന്താണെന്ന് പഠിക്കുക, അതേക്കുറിച്ച് നമ്മൾ ബോധ്യം ഉണ്ടായിട്ടിരിക്കുക. പിന്നെ ഓരോ നിമിഷവും നമ്മൾ വളരാനായിട്ട് നമ്മൾ തന്നെ ടൈം കണ്ടെത്തണം, അതിനായിട്ട് ശ്രമിക്കണം. ഇതൊക്കെയാണ് എനിക്ക് മനസ്സിലായത്. അജയ് പേഴ്സണൽ ഡെവലപ്മെൻറ്റ് ചെയ്യുന്ന അങ്ങനെയുള്ള ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇങ്ങനെ പ്രശ്നങ്ങളിലൂടെയൊക്കെ പോകുന്ന ആൾക്കാർ, കൗൺസിലിങ്ങിനൊക്കെ പോകുന്നതിന് മുമ്പ് അജയെ പോലെയുള്ള ആൾക്കാർ ആണ് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടുത്തെ അജയുടെ നമ്പരും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വിളിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ, പ്രധാനമായിട്ടും ഫാമിലി ഇഷ്യൂസുകൾ, വ്യക്തിപരമായിട്ടുള്ള ഗ്രോത്തുകൾ, അല്ലെങ്കിൽ ഒരു ബിസിനസ് ഗ്രോത്തിനൊക്കെ തന്നെയായിട്ടാണെങ്കിലും എന്ത് കാര്യങ്ങൾക്കും അജയെ വിളിക്കാനാണ്. അജയ് വിളിക്കാൻ വളരെ ഹാപ്പിയാണ്. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അജയ് എന്താണ് പറഞ്ഞത് കൺക്ലൂഡ് ചെയ്യാനുള്ളത്? അപ്പം നമ്മൾ ലൈഫിൽ ചേഞ്ച് എപ്പോഴും ഉണ്ട്. അപ്പം നമ്മൾ ഇപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്ന് വേറൊരു അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ചേഞ്ച് ചെയ്യണം.
അപ്പോൾ അതിനൊരു ചേഞ്ച് പ്രോസസ്സുണ്ട്. അപ്പം അത് ചിലപ്പോൾ നമ്മുടെ ട്രാൻസിഷൻ ആയിരിക്കും. അപ്പം ഒരാളെ ജോലി മാറുമായിരിക്കാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ചേഞ്ചസ് ഉണ്ടാവാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ഇതായിരിക്കാം. അപ്പോൾ ആ ഒരു ട്രാൻസിഷനാണ്. അപ്പോൾ ആ ഒരു ട്രാൻസിഷനിൽ ഒന്ന് ചേഞ്ചിൽ അസിസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്കൊരു ഡ്രീം ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് മീൻസ് കുറച്ച് കാര്യങ്ങൾ ചിലർ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു ഇതിൽ ആ ഒരു അച്ചീവ്മെൻറ്റ് പാത്വേയിൽ നമ്മൾ ചിന്തിക്കുന്ന അല്ലാതെ ഒരു പെർസ്പെക്റ്റീവ്സ് ഓപ്പൺ അപ്പ് ആകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നല്ലാത്ത ഒരു ബ്ലൈൻഡ് സ്പോട്ട്സുകളുണ്ട്. ആ ബ്ലൈൻഡ് സ്പോട്ട്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്, അത് ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഈ ചേഞ്ച് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു ചേഞ്ച് ഫെസിലിറ്റേഷൻ വഴി ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അരമണിക്കൂർ ഫ്രീ പറഞ്ഞ കുഴപ്പമില്ല. അപ്പോൾ അതിൽ ആ ഒരു ട്രാൻസിഷൻ, അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു ഗ്രൂപ്പ് മീൻസ് അതുപോലെ ഇങ്ങനെ ട്രാൻസിഷൻ, ഇങ്ങനെ ചേഞ്ച് പ്രോസസ്സ് ചെയ്യുന്നവർക്ക്, ട്രാൻസിഷനിൽ പോകുന്നവർക്ക് ഇത് ചെയ്യാം. അതുപോലെ തന്നെ വീണ്ടും അതുപോലെ തന്നെ ഇമോഷണൽ ആയിട്ടുള്ള മെച്യൂരിറ്റി വേണ്ടവർ, അല്ലെങ്കിൽ ഇമോഷണൽ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് പോകുന്നതിന് അവരുടെ ഇമോഷണൽ വെൽബീയിങ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഉള്ള ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാരാണ് ഞാൻ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇത് റിലേഷൻഷിപ്പിലുള്ളവരാകാം, അല്ലെങ്കിൽ ഓരോ പ്രോബ്ലംസിലൂടെ കടന്നു പോകുന്നതാകാം, കരിയറിലുള്ള പ്രോബ്ലം ആകാം, അല്ലെങ്കിൽ സ്റ്റുഡൻസ് ഇങ്ങനെ ആ ഒരു ട്രാൻസിഷനിൽ പോകുന്നതാകാം. അപ്പം എല്ലാവർക്കും അതുപോലത്തെ അപ്പം ഈ ഒരു ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ ആ ഒരു ക്ലാരിറ്റി, നമുക്ക് എല്ലാത്തിനും വേണ്ട ഒരു ക്ലാരിറ്റിയാണ്. അപ്പം ഞാൻ എന്താണ്, എവിടെയാണ്, ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ, അല്ലെങ്കിൽ എന്താണ് അതിലേക്ക് പോകാനുള്ള കറക്റ്റായിട്ടുള്ള പാത്വേസ്, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പാത്വേസ് എന്താണ്, അതുപോലെ തന്നെ നമ്മളെ ബ്ലോക്ക് ചെയ്യുന്ന സംഭവങ്ങൾ എന്താണ്, ആ ബ്ലോക്ക് ചെയ്യുന്ന സംഭവങ്ങൾ ഇത് ചെയ്യുക. അപ്പം 4 കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത്. ഒന്ന് നമ്മുടെ മൈൻഡ് സെറ്റ്, അതുപോലെ തന്നെ നമ്മുടെ ഹാബിറ്റ്സ്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ടൂൾസ്. നമുക്ക് ചില ടൂൾസ് നമ്മളിപ്പോൾ ഈ പറഞ്ഞ സബ് കോൺഷ്യസ് അല്ലെങ്കിൽ അൺകോൺഷ്യസിനെ നമ്മൾ ടാപ്പ് ചെയ്ത് നമ്മുടെ ഇമോഷൻസ് ബ്ലോക്സ് ഒക്കെ റിലീസ് ചെയ്യണമെങ്കിൽ നമ്മൾ കുറച്ച് പ്രോസസ്സുകളൊക്കെ ചെയ്യണം. അപ്പോൾ അങ്ങനെ പ്രോസസ്സ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ക്ലിയറിങ് കിട്ടും, നമുക്ക് ആ ഒരു സ്ട്രെസ് റിലീസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഫേസ് ചെയ്യാൻ പറ്റും. കുറച്ച് നമുക്ക് ചില ആൾക്ക് കുറച്ചും കൂടെ കോൺഫിഡൻസും കറേജായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഇതിന് ഒരു ദിവസം കൊണ്ട് നമുക്ക് പറ്റത്തില്ല. അപ്പം അതിനൊരു അക്കൗണ്ടബിലിറ്റി വേണം. അപ്പോൾ ഒരു 3 months പ്രോസസ്സായിട്ടുള്ള ഒരു പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അതിലേക്ക് അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു പ്രോഗ്രസീവായിട്ട് ഓരോ സ്റ്റെപ്പായിട്ട് നമ്മളൊരു പ്രോഗ്രാം അല്ലെങ്കിൽ ആ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ഓരോ ഇതിലേക്ക് വർക്ക് ചെയ്യുമ്പോൾ നമുക്കിതിലേക്ക് എത്താൻ പറ്റും. അപ്പം അതിന് മുമ്പ് ഇപ്പം ഇതെനിക്ക് വർക്കാകുമോ, ഇപ്പം എല്ലാവർക്കും ഓരോ ഡിഫറെൻറ്റ് ഇൻട്രസ്റ്റുകളായിരിക്കും. അപ്പം അതിനാണ് അപ്പോൾ ഒരു കണക്ഷൻ, ഒരു 30 minutes ക്ലാരിറ്റി കോൾ. അപ്പം ഐ എം ഹാപ്പി ടു ഗീവ്. അപ്പോൾ ആ ഒരു ക്ലാരിറ്റി കോളിൽ നമുക്ക് എങ്ങനെ ഇത് വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇത് എനിക്ക് മാച്ച് ആവുമോ, അല്ലെങ്കിൽ ഇത് എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ. എല്ലാവരും എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ആ ഒരു ഹെൽപ്പ് ഇത് ഓക്കെ, ഇതെനിക്ക് അലൈൻഡ് ആണ്, ഇത് ഓക്കെ, ഇത് വർക്കാവും എന്നുണ്ടെങ്കിൽ വി ക്യാൻ ഗോ ഫോർ ദ നെക്സ്റ്റ് വൺ. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ സിമ്പിളായിട്ടുള്ള പ്രോസസ്സ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ അതായത് നമ്മുടെ സന്തോഷം എങ്ങനെ വർദ്ധിപ്പിക്കാൻ, അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി ലൈഫ് എങ്ങനെ ഉണ്ടാക്കാൻ സാധിക്കും എന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ നമുക്ക് സംശയമുള്ളവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അജയ്യെ വിളിക്കാം. അപ്പം അജയ് തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യാൻ വളരെ സന്തോഷപൂർവ്വം ഉള്ള ആളാണ്. ഒരു കാര്യമുണ്ട്, നമ്മളാരും ആരെക്കാളും മുകളിലോ നമ്മളാരും ആരെക്കാളും താഴെയല്ല, നമ്മളെല്ലാം യുണീക്കാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമസ്കാരം. താങ്ക് യു.